നിരവധി വിഷയങ്ങൾ. ബ്രൂവറി അനുമതിയിൽ മന്ത്രി എം.ബി. രാജേഷിനെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. PPE കിറ്റ് ഇടപാടിലെ CAG റിപ്പോർട്ടും സഭയിൽ ചർച്ചയ്ക്കെത്തും. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകലിൽ കൗൺസിലർ കലാരാജുവിന്റെ മൊഴിയെടുത്തേക്കും. ഇന്നലെ മൊഴിയെടുക്കാതിരുന്നത് ആരോഗ്യസ്ഥിതി പരിഗണിച്ച്. അറസ്റ്റിലായ 4 പേരും റിമാൻഡിൽ. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ വീട്ടിലേക്ക് K. സുധാകരൻ. സന്ദർശനം പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന കുറ്റസമ്മതത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം ചെയ്യൽ തുടരും. തിരുവനന്തപുരം കഠിനംകുളത്ത് വീട്ടമ്മയെ കുത്തിക്കൊന്ന യുവാവിനായി തെരച്ചിൽ തുടരുന്നു. കൊലപാതകം നടത്തിയത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടയാൾ തന്നെയെന്ന് നിഗമനം. കൊലയാളി സംഭവ സ്ഥലത്ത് നിന്ന് കടന്നത് യുവതിയുടെ സ്കൂട്ടറുമായി. കർണാടകയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ളകൾ തുടർക്കഥ. വാഹനയാത്രികരെ ആക്രമിക്കുന്നതും ആശങ്ക. വൻ കവർച്ചാ സംഘങ്ങൾ തമ്പടിച്ചിരിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. ഉള്ളാളിൽ തെളിവെടുപ്പിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് വെടിവെച്ചത് ഇന്നലെ. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ ചികിത്സിക്കാൻ ഡോക്ടർ അരുൺ സക്കറിയും സംഘവും അതിരപ്പിള്ളിയിൽ. വിദഗ്ധ ചികിത്സ. കുങ്കിയാനകളെ ഇറക്കി കാട്ടാനയെ പിടികൂടിയ ശേഷം. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം കൊൽക്കത്തയിൽ. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യും. 14 മാസത്തിന് ശേഷം ഷമിയും ഇന്നിറങ്ങും. നിയമസഭാ സമ്മേളനം തുടരുകയാണ്. ഇന്നലെ വളരെ പ്രക്ഷുബ്ധമായ രംഗങ്ങളായിരുന്നു നിയമസഭയിൽ ഉണ്ടായിരുന്നത്. മിക്കവാറും സഭയിൽ എപ്പോഴും വളരെ ശാന്തമായിരിക്കാറുള്ള പ്രതിപക്ഷ നേതാവ് ഇന്നലെ വളരെ രോഷാകുലനാകുന്നതും കയ്യിലിരുന്ന പേപ്പർ താഴേക്ക് എറിയുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഇന്ന് പ്രതിപക്ഷം തിരിച്ച് സർക്കാരിനെ ആക്രമിക്കാനുള്ള ഒരു കാരണം കൃത്യമായി കൊണ്ടുവരാൻ പോവുകയാണ്. അത് ബ്രൂവറി വിഷയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭയ്ക്ക് പുറത്ത് വലിയ വിവാദമാവുന്ന ബ്രൂവറി വിഷയം ഇന്ന് സഭയിലേക്ക് കൊണ്ടുവന്ന് എക്സൈസ് മന്ത്രിയെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിനെതിരെ ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഒരു അഴിമതി ആരോപണം തന്നെ ഉന്നയിക്കും. സഭാ ചട്ടപ്രകാരം സ്പീക്കർക്ക് ആരോപണം എഴുതി നൽകിയ ശേഷം സഭയിൽ ഉന്നയിക്കാനാണ് തീരുമാനം. ഇതോടൊപ്പം ഇന്നലെ വലിയ വാർത്തയായിരുന്നു PPE കിറ്റ് വാങ്ങിയതിലെ ക്രമക്കേട് സംബന്ധിച്ച CAG റിപ്പോർട്ട്. ഈ റിപ്പോർട്ടും പ്രതിപക്ഷം ഇന്ന് സഭയിൽ കൊണ്ടുവരും. VV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഇന്നലെ തന്നെ പ്രതിപക്ഷം കൂത്താട്ടുകുളം ആക്രമണം വെച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചിരുന്നു. ഇന്ന് പക്ഷേ ഒരു അഴിമതി ആരോപണത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. എം.ബി. രാജേഷ് ബ്രൂവറി വിഷയത്തിൽ അഴിമതി കാണിച്ചു എന്ന് തന്നെ സഭയിൽ ഉന്നയിക്കാനാണ് പോകുന്നത് പ്രതിപക്ഷം. ഇന്ന് സഭയിൽ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഇതുവരെ ഈ ഔദ്യോഗിക സ്വഭാവത്തിലേക്ക് ഈ ആരോപണം മാറിയിരുന്നില്ല. സഭയ്ക്ക് പുറത്താണ് പ്രധാനമായും ബ്രൂവറി ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസമടക്കം യൂത്ത് കോൺഗ്രസിന്റെ സമരമുണ്ടായിരുന്നു. നിയമസഭയിലേക്ക് സമരം നടത്തുകയും എം.ബി. രാജേഷിന്റെ കോലം കത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നു മുതൽ ആ രീതി മാറുകയാണ്. സഭയ്ക്കുള്ളിൽ ഔദ്യോഗികമായി തന്നെ ഈ ഒരു ആരോപണം കൊണ്ടുവരാനും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനുമാണ് പ്രതിപക്ഷ തീരുമാനം. ഇത് ഇന്ന് സ്പീക്കർക്ക് ഈ ആരോപണം എഴുതി നൽകും. സഭയിൽ ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ ഇത് സ്പീക്കർക്ക് എഴുതി നൽകി അതിന്റെ അടിസ്ഥാനത്തിലാകും ഈ ആരോപണം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം സഭയിൽ കണ്ട ദൃശ്യങ്ങൾ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ തുടർച്ചയായി ട്രഷറി ബെഞ്ചിൽ നിന്ന് ബഹളമുണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം കയ്യിലിരുന്ന കടലാസ് രോഷത്തോടെ മേശപ്പുറത്തേക്ക് വലിച്ചെറിയുന്നതും ആക്രോശത്തോടെ സ്പീക്കറോട് സംസാരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. സ്പീക്കറാകട്ടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന നിസ്സഹായ അവസ്ഥയിലായിരുന്നു സ്പീക്കർ. ഇന്ന് ഈ ആരോപണം വരുമ്പോൾ
ഒരു പഴയകാല ചരിത്രം കൂടി ഉയർന്നു വരുമെന്നത് ഉറപ്പാണ്. കാരണം പ്ലാച്ചിമടയിൽ കൊക്കക്കോള സമരം, ആ സമരരംഗത്ത് VS അച്യുതാനന്ദൻ ഉൾപ്പെടെ CPM ഉൾപ്പെടെ എടുത്ത നിലപാടുകളുണ്ട്. അവിടെ ജലവിധാനം കുറയും, ജനങ്ങൾ പ്രതിസന്ധിയിലാകും. സമാനമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അവിടെ ഈ ജലചൂഷണം ഉണ്ടാകുമെന്നും അപകടകരമായ നിലയിൽ അവിടെ ജലവിധാനം കുറയുമെന്നുമുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മാത്രമല്ല, പാലക്കാട് തിരഞ്ഞെടുപ്പിൽ LDFന്റെ ഒരു പാർട്ണറായി ഈ മദ്യക്കമ്പനി ഒയാസിസ് എന്ന കമ്പനി പ്രവർത്തിച്ചുവെന്ന ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഉന്നയിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് ഫണ്ട് ഇവരിൽ നിന്ന് വാങ്ങി അതിന്റെ പ്രത്യുപകാരമായാണ് മദ്യനയത്തിൽ പോലും മാറ്റം വരുത്തി, അത് ആരും അറിയാതെ ഒരു മാറ്റം വരുത്തി ഈ കാര്യവുമായി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിൽ പങ്കുപറ്റിയിട്ടുണ്ട് CPM. അതിന്റെ ഒരു പ്രതിഫലം എന്ന നിലയ്ക്ക് ഈ കമ്പനിക്ക് അനുമതി നൽകുന്നു. പഞ്ചാബിലടക്കം ഗുരുതര പ്രതിസന്ധിയിലായ ഡൽഹിയിലെ മദ്യ അഴിമതി കേസിൽ ഉൾപ്പെട്ട് കരിമ്പട്ടിയിൽ പോയ കമ്പനിയാണ്. അങ്ങനെ ഒരു കമ്പനിയെ എങ്ങനെയാണ് കേരളത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നതെന്ന ചോദ്യമാണ് പിണറായി വിജയനെയും ഈ മദ്യ കമ്പനിയെയും തമ്മിൽ മുട്ടിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇടനില നിൽക്കുന്ന ആളായി MP രാജേഷ് മാറിയിരിക്കുന്നു എന്ന ആരോപണം കൂടി പ്രതിപക്ഷം പറയുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് നടക്കുന്നുണ്ട്. ആ പണിമുടക്ക് അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ മറ്റൊരു ആലോചന. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ PPE കിറ്റ് വാങ്ങിയതിലെ അഴിമതി CAG റിപ്പോർട്ട് വന്നിരുന്നു. അതിൽ ഏതാണ്ട് 10 കോടി രൂപ നഷ്ടമുണ്ടായി എന്ന കാര്യം പറഞ്ഞിരുന്നു. അതിൽ ഈ 550 രൂപയ്ക്ക് നൽകാമെന്ന് പറഞ്ഞിരുന്ന കമ്പനിയെ ഒഴിവാക്കി ഏതാണ്ട് 15,000-ഓളം യൂണിറ്റ് കൂടിയ വിലയ്ക്ക് 800 രൂപ മുതൽ 1,500 രൂപ വരെ അധികമായി നൽകി, അല്ലെങ്കിൽ ആ നിരക്കിൽ വാങ്ങി 10 കോടി രൂപ നഷ്ടമുണ്ടാക്കി എന്ന ഒരു കണ്ടെത്തൽ കൂടിയുണ്ട്. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ പ്രതികരണം ഇതിൽ വന്നിരുന്നു. അവർ പറയുന്നത് ആ അടിയന്തര ഘട്ടത്തിൽ അങ്ങനെ വാങ്ങേണ്ടി വന്നു എന്നാണ്. എന്നാൽ 25,000 യൂണിറ്റ് വാങ്ങാമെന്ന് ഉറപ്പ് നൽകിയ കമ്പനിയിൽ നിന്ന് 550 രൂപയ്ക്ക് അവർ നൽകാമെന്ന് പറഞ്ഞിരുന്നു. അത് വാങ്ങിയില്ല എന്ന കാര്യമുണ്ട്. ഇതും ഇന്ന് ഒരുപക്ഷെ സഭയെ പ്രക്ഷുബ്ധമാക്കും. ഇതോടൊപ്പം വിനോദ്, ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇന്ന് ഭരണാനുകൂല സംഘടനകൾ അടക്കം സർക്കാരിനെതിരെ ഒരു സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അത് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ്. സ്വാഭാവികമായും ഈ വിഷയം സഭയിലേക്ക് എത്താൻ സാധ്യതയില്ലേ? തീർച്ചയായും അടിയന്തര പ്രമേയമായി, അതായത് റൂൾ 15 ഇന്ന് ഉപക്ഷേപമായി വരുന്നത് ഇതേ വിഷയം തന്നെയാണ്. സർക്കാരിനെ സംബന്ധിച്ച് ക്ഷീണമുണ്ടാക്കുന്ന ഒരു പണിമുടക്ക് കൂടിയാണ് ഇന്നത്തേത്. കാരണം CPIയുടെ പോഷക സംഘടനയായ ജോയിന്റ് കൌൺസിൽ ഇന്നത്തെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ മാത്രം ഏതാണ്ട് 1000-ഓളം ജീവനക്കാർ ഈ പണിമുടക്കിന്റെ ഭാഗമാകുമെന്നാണ് കരുതുന്നത്. ഈ സർവീസ് സംഘടനകൾ ഉന്നയിക്കുന്ന കാര്യം ക്ഷാമബദ്ധയിലെ കുടിശ്ശിക, മാത്രമല്ല ശമ്പള പരിഷ്കരണം, മെഡിസെപ്പിന്റെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക. 1 വർഷം മുൻപ് ധനമന്ത്രി ഉറപ്പു നൽകിയ കാര്യമാണ്. അത് പാലിക്കുന്നില്ല എന്ന ആരോപണം ഈ സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് സ്വാഭാവികമായും ഇതും ഇന്ന് നിയമസഭയിൽ വിഷയമായി വരും, ഉപക്ഷേപമായിട്ടായിരിക്കും ഉന്നയിക്കുക. പക്ഷേ ഇതൊരു വലിയ ആയുധമാണ് പ്രതിപക്ഷത്തിന് വീണ് കിട്ടുന്നത്. CPIയുടെ ജോയിന്റ് കൌൺസിൽ അടക്കം പങ്കെടുക്കുന്ന ഒരു സമരം എന്ന നിലയ്ക്ക് തന്നെ അത് വലിയ ആയുധമായി സർക്കാരിനെതിരെ വരുമെന്ന് ഉറപ്പാണ്. ഇന്ന് സർക്കാർ ജീവനക്കാരും അധ്യാപകരുമാണ് പണിമുടക്കുന്നത്. സെറ്റോയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സർവീസ് സംഘടനകളും ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ CPIയുടെ സർവീസ് സംഘടനകളും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണിമുടക്ക് നേരിടാൻ സർക്കാർ നേരത്തെ തന്നെ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. CPM അനുകൂല സംഘടനകൾ പങ്കെടുക്കാത്തതുകൊണ്ട് പണിമുടക്ക് സാരമായി ബാധിക്കാൻ സാധ്യതയില്ല. വിവരങ്ങളുമായി VV അരുൺ ചേരും. ഇന്ന് നിയമസഭയിൽ എന്തായാലും ഇത് ഉപക്ഷേപമായി എത്തുന്നുണ്ട്. പതിവില്ലാത്തതാണ്. ഒരുപക്ഷെ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതാദ്യമായാണ് CPIയുടെ ഭാഗത്തു നിന്ന് സർക്കാരിനെതിരെ ഒരു പ്രത്യക്ഷമായി ഇങ്ങനെ ഒരു പ്രതിഷേധം. അത് സർവീസ് സംഘടനകളുടെ പ്രതിഷേധമാണ്. വിനോദ് തന്നെ വിശദാംശങ്ങൾ നൽകും. വിനോദ്, ഞാൻ അരുൺ ഉണ്ടെന്ന് കരുതി. വിനോദ്, ഈ സമരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPM സർവീസ് സംഘടനയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ ഒരു വിമർശനം CPI ജോയിന്റ് കൌൺസിലിനെതിരെ വന്നിരുന്നു. അത് നിങ്ങൾക്ക് അത്രയ്ക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ നിങ്ങളുടെ മേലാളന്മാരോട് സർക്കാരിൽ നിന്ന് ഇറങ്ങാൻ പറയൂ എന്ന് പറയുന്ന രീതിയിൽ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ പ്രത്യക്ഷ ആരോപണങ്ങളിലേക്കൊക്കെ പോവുകയാണ്. ഇത് സർക്കാരിനെ എത്രത്തോളം CPIയുടെ ജോയിന്റ് കൌൺസിൽ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകുന്നത് പ്രതിരോധത്തിലാക്കുന്നുണ്ട്? തീർച്ചയായും ഇത് കൂട്ടുത്തരവാദിത്വത്തിന്റെ ഒരു പ്രശ്നമായി പോലും പറയാം. കാരണം CPI മന്ത്രിമാർ മന്ത്രിസഭയിൽ തുടരുന്ന സമയത്താണ് പ്രധാനപ്പെട്ട സർക്കാരിന്റെ തന്നെ മുഖം ആയ
ഈ ജീവനക്കാരുടെ സംഘടന അത് സമരരംഗത്തേക്ക് വരുന്നത് CPM അനുകൂല സംഘടന പുറത്തു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സമരത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ജോയിന്റ് കൗൺസിൽ ഈ സമരത്തിലേക്ക് വരുന്നു. അവർ ഉന്നയിക്കുന്നത് ഈ പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ UDF അനുകൂല സംഘടനകൾ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവരും ഉന്നയിക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാമെന്ന് നേരത്തെ ധനമന്ത്രി ഒരു വർഷം മുൻപ് ഉറപ്പ് നൽകിയതാണ്. അത് പാലിക്കുന്നില്ല. ക്ഷാമബത്തയുടെ കാര്യത്തിൽ വർധന ഉണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെ കുടിശ്ശിക നേരത്തെയുള്ള DA കുടിശ്ശിക ഉൾപ്പെടെ നൽകുന്നില്ല. മെഡിസെപ്പിന്റെ പേരിൽ നടക്കുന്നത് കൊള്ളയാണ്. അതിന്റെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഉള്ള ഒരു സമരം കൂടിയാക്കി ഇത് മാറ്റുന്നുണ്ട്. സംസ്ഥാനത്തോട് വിവേചനം കാണിക്കുന്നുവെന്ന് പറയുമ്പോഴും സംസ്ഥാനത്തിനെതിരെയുള്ള ഒരു സമരമായാണ് ഇത് മാറുന്നത്. അവിടെയാണ് ഡൈസ്ലോൺ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഒരു നടപടി. അത് ഔദ്യോഗികമായുള്ള നടപടിയാണ്. ഒരു ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യുക എന്നതാണ്. താൽക്കാലിക ജീവനക്കാർ സമരത്തിൽ പങ്കെടുത്താൽ ഒരുപക്ഷെ പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കാര്യങ്ങളെത്തും. അനധികൃത അവധിയാണെങ്കിൽ അതിന്റെ നടപടികളുണ്ടാകും. ആ തരത്തിലുള്ള മുന്നറിയിപ്പ് സർക്കാർ നൽകി കഴിഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്കാണ് രാഷ്ട്രീയമായി ഈ കാര്യങ്ങൾ മാറുന്നത്. പ്രത്യേകിച്ച് റവന്യൂ, കൃഷി, മൃഗസംരക്ഷണ വകുപ്പുകൾ അടക്കം, കൃഷി വകുപ്പ് അടക്കമുള്ള അത് കൈകാര്യം ചെയ്യുന്ന CPI ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ജോയിന്റ് കൗൺസിലിന് വളരെയധികം ശക്തിയുണ്ട്. ഈ ജീവനക്കാർ മാറി നിന്ന് സമരം ചെയ്താൽ താലൂക്ക് ഓഫീസുകളുടെയും വില്ലേജ് ഓഫീസുകളുടെയും കളക്ടറേറ്റുകളുടെയും അടക്കം പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുന്ന നിലയുണ്ടാകും. സെക്രട്ടേറിയറ്റിൽ മാത്രം 1000-ഓളം ജീവനക്കാർ സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുമെന്നാണ് സംഘടനകൾ പറയുന്നത്. അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാകും. അതുകൊണ്ട് തന്നെയാണ് CPM അനുകൂല സംഘടന ഈ CPI അനുകൂല സംഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. സർക്കാരിന്റെ വാക്ക് വിശ്വസിക്കുന്നു എന്നാണ് ഈ സമരത്തെ എതിർക്കുന്നവർ പറയുന്നത്. സർക്കാർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചു, ഇനിയും അത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അടക്കം ക്ഷേമ ബത്തയുടെ കാര്യത്തിൽ, DA കുടിശ്ശികയുടെ കാര്യത്തിലും ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിലും ആ തരത്തിലുള്ള ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കാതെ എന്തിന് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സർവീസ് സംഘടന ഇങ്ങനെ സമരരംഗത്തേക്ക് പോകണമെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ശ്രീജ, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു അസാധാരണ സമരത്തിലേക്കാണ് ഇപ്പോൾ കേരളം പോകുന്നത്. അത് CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ കൂടി പങ്കെടുക്കുന്ന ഒരു സർക്കാർ വിരുദ്ധ സമരമാണ്. ഇനി ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ കൂത്താട്ടുകുളം നഗരസഭയിലെ പ്രശ്നങ്ങളാണ്. കൗൺസിലർ കലാരാജുവിനെ കടത്തിക്കൊണ്ടുപോയ കേസിൽ ഇന്ന് മൊഴിയെടുത്തേക്കും. കലയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് അത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം കേസിൽ അറസ്റ്റിലായ 4 പ്രതികളെ മൂവാറ്റുപുഴ 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഇന്നലെ രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഇത് സഭയിൽ കൂടി എത്തുമ്പോൾ ഇതിന്റെ മുകളിൽ സമ്മർദ്ദം കൂടുതലാണ്. പ്രതിപക്ഷം വളരെ ശക്തമായ ഒരു വിഷയമായി ഇതൊരു സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നടപടികളിലേക്ക് ഇനി പെട്ടെന്ന് പോകേണ്ടതുണ്ട്. ഇന്നലെ മൊഴിയെടുക്കാൻ ആരോഗ്യസ്ഥിതിയാണ് കാണിച്ചത്. ഇന്ന് കൃത്യമായ മൊഴിയെടുക്കൽ നടക്കുമോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ശ്രീജ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴിയെടുക്കൽ ഇന്നലെ തീരുമാനിച്ചിരുന്നെങ്കിലും അതിൽ മാറ്റം വരുത്തിയിരുന്നു. അവരുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് ഇന്നലെ ആരോഗ്യസ്ഥിതി യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിന്നായിരുന്നു ഡോക്ടർ റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ട് ആരോഗ്യസ്ഥിതിയും അടക്കം കാണിച്ചുകൊണ്ട് കോടതിയിൽ തന്നെ അത് ബോധിപ്പിക്കുകയായിരുന്നു. യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലത്തെ ഒരു ശാരീരിക അവസ്ഥയും കാര്യങ്ങളുമെല്ലാം അതായിരുന്നുവെന്ന് കോലഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ബോധിപ്പിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അതിൽ നിന്ന് ഒരു സാവകാശം നൽകിയത്. അപ്പോൾ 2 രീതിയിലാണ് പിന്നീട് മൊഴിയെടുക്കൽ ഉണ്ടാകുമെങ്കിൽ സ്വീകരിക്കാവുന്നത്. ഒന്ന്, മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് വരിക, അല്ലെങ്കിൽ ഇവരുടെ ഒരു ആരോഗ്യം വീണ്ടെടുത്ത ശേഷം മറ്റൊരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് കോടതിയിലേക്ക് എത്തുക എന്നതാണ് അനുവർത്തിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഏത് രീതി എന്നത് സംബന്ധിച്ച് ഇന്ന് ഡോക്ടർ പരിശോധിക്കും. ഇതുവരെയും ഇവർക്ക് മറ്റൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. മജിസ്ട്രേറ്റ് ആശുപത്രിയിലേക്ക് വരുമോ എന്നത് സംബന്ധിച്ചുള്ളൊരു അറിയിപ്പ് ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇന്ന് രാവിലെയും പറയുന്നത്. ഇന്ന് രാവിലെ ഡോക്ടർ പരിശോധിച്ച ശേഷം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെങ്കിൽ ആ വിവരം കോടതിയെ തന്നെ അറിയിക്കും. അതിനുശേഷമായിരിക്കും കോടതി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ആരോഗ്യസ്ഥിതി മോശമായിട്ട് യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ അതും കോടതിയെ അറിയിക്കും. അതിനുശേഷം മജിസ്ട്രേറ്റ് ഉചിതമായ തീരുമാനമെടുക്കും. ഒന്നുകിൽ ഇത് ഏറെ വൈകിച്ചു കൊണ്ടുപോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യങ്ങളിൽ
ഇവർ തന്നെ ആവശ്യപ്പെടുകയും പോലീസിന് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് 164 രഹസ്യമൊഴി രേഖപ്പെടുത്താനെല്ലാം തന്നെ തീരുമാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലേക്ക് നീണ്ടുപോകാനുള്ളൊരു സാഹചര്യമില്ല. ഒന്നുകിൽ മജിസ്ട്രേറ്റ് കോടതി ആശുപത്രിയിലേക്ക് വന്ന് മൊഴി രേഖപ്പെടുത്താനുള്ളൊരു സാധ്യതയും വളരെ സജീവമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു നടപടികൾ അങ്ങനെ തുടരുകയാണ്. അവരുടെ ആരോഗ്യം കാര്യങ്ങളിൽ ഒരു സ്ഥിരത വന്നതിന് ശേഷമായിരിക്കും മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ അറസ്റ്റ് കാര്യങ്ങളാണ്. 4 കേസുകളിലായി MLA അടക്കം 150ഓളം പേർക്കെതിരെ 4 വ്യത്യസ്ത കേസുകളാണ്. അതിൽ UDF-ഉം LDF പ്രവർത്തകരെല്ലാവരും തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. MLA അനൂപ് ജേക്കബ് ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 150ഓളം പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെങ്കിലും നിലവിൽ 4 പേരെ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബ്രാഞ്ച് സെക്രട്ടറിയെ അടക്കം CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും മറ്റ് പ്രവർത്തകരും അടക്കം 4 പേർ മാത്രമാണ് ഇതിൽ അറസ്റ്റിലായിട്ടുള്ളത്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ള ആണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പോലീസിനെതിരെയും വലിയ രീതിയിലൊരു വിമർശനം ഇക്കാര്യങ്ങൾ വരുന്നുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. തുടക്കത്തിൽ ആരോപണ വിധേയനായ മൂവാറ്റുപുഴ DYSP അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആലുവ DYSP-ക്കാണ് ഇപ്പോൾ അന്വേഷണ ചുമതലയുള്ളത്. എന്തായാലും ഈ കേസിൽ കലാരാജുവിൻ്റെ മകൾ നൽകിയ പരാതിയിൽ അമ്മയെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവിപ്പിച്ചു എന്നടക്കമുള്ള പരാതി നൽകിയിരുന്നു. അതിൽ ഏരിയ സെക്രട്ടറി PV രതീഷാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 1-ാം പ്രതി. അതോടൊപ്പം തന്നെ കൂത്താട്ടുകുളം നഗരസഭ ചെയർപേഴ്സണും അതോടൊപ്പം വൈസ് ചെയർമാനും ഇതെല്ലാം തന്നെ ആ പ്രതികളാണ്. ഇവരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു പ്രതിഷേധ സായാഹ്നം ഇന്നലെ കൂത്താട്ടുകുളത്ത് നടക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ കേസ് ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നു. പോലീസ് നടപടികൾ മന്ദഗതിയിൽ തന്നെയാണ് എന്നൊരു ആക്ഷേപമാണ് ഉള്ളത്. ഏതായാലും തുടർ നടപടികൾ മറ്റ് അറസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ എല്ലാം തന്നെ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഡാനി പോളാണ് വിശദ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. എന്തായാലും ആ പ്രശ്നങ്ങളിൽ ഇങ്ങനെയൊരു സമയത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഒരു സമ്മർദ്ദം ഉണ്ടാവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. കാട്ടാനയെ പിടികൂടി ചികിത്സിക്കുന്നതിന് വനംവകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയയും 20 അംഗ സംഘവും അതിരപ്പിള്ളിയിൽ എത്തിക്കഴിഞ്ഞു. വിവരങ്ങളുമായി CV അനുമോദ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ ആനയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. അനുമോദുണ്ട് വിവരങ്ങളുമായി. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഒരു അത്ര പതിവില്ലാത്തൊരു ദൗത്യത്തിലേക്കാണ് അരുൺ സഖറിയും സംഘവും ഇത്തവണ കടക്കുന്നത്. അത് ദൃശ്യങ്ങളിലാണ് ഈ ആനയ്ക്ക് ഇങ്ങനെ മസ്തകത്തിൽ മുറിവേറ്റതായുള്ള ഒരു ചിത്രങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. ആ ആനയെ കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം ചികിത്സ കൊടുക്കാൻ. വളരെ കൗതുകകരമായൊരു ദൗത്യമാണ്. പക്ഷേ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ആ സംഘം? ശ്രീജ, ഗുഡ് മോർണിംഗ്. നമ്മളുള്ളത് ഇപ്പോൾ ആതിരപ്പള്ളിയിലാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പുറകിലുണ്ട്. ഈ മേഖലയ്ക്ക് അപ്പുറത്ത് ഇതിന് ഏകദേശം 6 കിലോമീറ്റർ ഉൾവശത്തിലായിട്ടാണ് ഇപ്പോൾ ഈ ആന തമ്പടിച്ച മേഖല എന്നാണ് വനംവകുപ്പ് കണക്കാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അരുൺ സഖറിയും സംഘവും ഇന്നലെ രാത്രി ആണ് ഇവിടെ എത്തിയത്. അവർ വാഴച്ചാൽ ഗസ്റ്റ് ഹൗസിലാണുള്ളത്. അല്പസമയത്തിന് ശേഷം അവർ ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ നേരത്തെ കണ്ട സ്ഥലത്തേക്ക് പുറപ്പെടുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ആനയെ കണ്ടെത്തി അതിനെ നിരീക്ഷിച്ച് എന്ത് ചെയ്യാനാകുമെന്ന് തീരുമാനിക്കും ഈ സംഘം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുങ്കിയാനകളുടെ ഒരു സാന്നിധ്യമാണ്. കുങ്കിയാനകളെ ഇന്ന് എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കുങ്കിയാനകളെ കൊണ്ട് ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യിച്ച് അതിനെ മയക്ക് പിടിവെച്ച് അതിൻ്റെ മസ്തകത്തിൽ പരിക്കേറ്റ ഇടത്ത് പരിശോധിച്ച് അവിടെ ബുള്ളറ്റിൻ്റെ സാന്നിധ്യമുണ്ടോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് പരിശോധിച്ച് ചികിത്സ നൽകുകയാണ് ഇതിൻ്റെ രീതി. നമ്മളിപ്പോൾ ചേരുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രദേശവാസി ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ റൂബൻ ലാലി ചേരുന്നുണ്ട്. റൂബനാണ് ഈ ആനയുടെ ദയനീയ സ്ഥിതി ആദ്യമായി ലോകത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുമാണ് ഇങ്ങനെയൊരു ദാരുണമായ കാര്യം ഇവിടെ നടക്കുന്ന കാര്യം ലോകത്തെ അറിയിച്ചത്. റൂബൻ, എവിടുന്നാണ് ഈ ആനയെ ആദ്യം കണ്ടത്? നമ്മൾ കാണുന്നത് കാലടി പ്ലാന്റേഷൻ്റെ 17-ാം ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 10 ദിവസം മുമ്പ് പുഴയിൽ നിന്ന് കയറി വരുന്ന ആനയെയാണ് കണ്ടത്. ഈ ആന സാധാരണ ആനകൾ കുറച്ച് നേരം മണ്ണ് വാരിയിട്ട് അതിനുശേഷം കാട്ടിലേക്ക് മടങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. സ്വാഭാവിക രീതിയിൽ വ്യത്യസ്തമായിട്ട് ഇത് കൂടുതൽ നേരം മണ്ണ് വാരിയിടുന്നത് കണ്ടപ്പോൾ ഒരു അസ്വാഭാവികത തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനെടുത്ത ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിക്കുകയും അതിനൊരു മുറിവുള്ളതുപോലെ തോന്നുകയും പിന്നീട് അതിൻ്റെ 2 ദിവസത്തിന് ശേഷം വീണ്ടും ഈ ആനയെ നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടപ്പോൾ ഇതിനെ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ നെറ്റിയിലൊരു മുറിവുള്ളതായിട്ടും അത് ആഴം ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നത്.
അങ്ങനെയാണ് നമ്മളിത് പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. അത് ചികിത്സ ആവശ്യമുണ്ട്. അത് വളരെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. അതിനുശേഷം ഇതിൻ്റെ ഈ ആനയുടെ കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ കഴിയുകയും ആനയെ വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ മുറിവിൽ നിന്ന് പഴുപ്പ് പുറത്തു വരുന്ന ഒരു ദൃശ്യം എനിക്ക് പകർത്താൻ കഴിയുകയും ചെയ്തു. ആ ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വളരെ നമ്മളുടെ ഇടപെടൽ കൊണ്ട്, എല്ലാവരുടെയും ഇടപെടൽ കൊണ്ട് തന്നെ അത് വനം വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇതിന് ചികിത്സ നൽകേണ്ടതാണ് എന്നുള്ള ഒരു തരത്തിലേക്ക് ഇതിലേക്ക് എത്തുന്നത്. കാണുമ്പോൾ ഈ ആന അക്രമകാരിയായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. അക്രമകാരികളായ ആനകൾ ഇവിടെ അതിരപ്പള്ളിയിൽ വളരെ കുറവാണ്. പക്ഷേ ആനയ്ക്ക് ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. ആന ആളുകളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു വ്യഗ്രത കാണിക്കുന്നുണ്ട്. അതുപോലെ സാധാരണ ആനകളെല്ലാം അതിരപ്പള്ളിയിൽ കാണുന്ന ആനകളൊക്കെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രകൃതക്കാരാണ്. ഈ ആന അതിന് വളരെ ബുദ്ധിമുട്ടിയ രീതിയിൽ മണ്ണ് വാരിയുടെയും വളരെ വലിയ രീതിയിൽ അസ്വസ്ഥത കാണിക്കുന്നതാണ് നമുക്കിതിന്. വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഈ ഒരു മിഷൻ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് അറിയാൻ പറ്റും വിവരം? ഈ ഭാഗത്തേക്ക് ഏകദേശം 10 മണിയോടുകൂടി അല്ലെങ്കിൽ 9 മണിയോടുകൂടി അരുൺ സക്കറ അടക്കമുള്ള ഡോക്ടർമാരുടെ ഒരു സംഘം എത്തി അതിനെ നിരീക്ഷിച്ചതിന് ശേഷം ആ ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് കുങ്കിയ ആനകളെ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ എത്രമാത്രം ഇത് സാധ്യമാകും? കുങ്കിയാനകളൊക്കെ എത്തിയിട്ട് വേണ്ടേ അല്ലേ? അതെ, കുങ്കിയാനകൾ എത്തിയിട്ട് വേണം. ആനയെ നേരിട്ട് ഡോക്ടർ കണ്ട് അതിനെ മറ്റേതെങ്കിലും രീതിയിൽ ചികിത്സ നൽകാൻ കഴിയുമോ എന്നുള്ള സാധ്യതകളൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കാം കുങ്കിയാനകളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ തീരുമാനമാവുന്നത്. സാധാരണ ആനകൾ ഇറങ്ങുന്നതും അതുപോലെ മറ്റ് വന്യജീവികൾ ഇറങ്ങുന്നതും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലൊരു മിഷൻ, അതായത് വെടിയേറ്റ് രീതിയിലുള്ള പരിക്കുള്ള ഒരു ആനയെ കണ്ടെത്തുന്ന ആദ്യമായിട്ടായിരിക്കും. നമ്മൾ പല ആളുകളും മുമ്പൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ആനയുടെ മസ്തകത്തിലാണ് വെടിവെക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട്. നായാട്ടുകാരൊക്കെ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ ആനയെ കൊലപ്പെടുത്തണം അല്ലെങ്കിൽ അപായപ്പെടുത്തണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി മുറിവേൽപ്പിച്ചതാണോ എന്നുള്ളൊരു സംശയം. പിന്നെ ഈ മുറിവ് ഒരു ബുള്ളറ്റ് കടന്നു പോയതുപോലെയുള്ള ഒരു മുറിവായിട്ടാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെയാണിത് വെടിയേറ്റത് പോലെ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. ഈ കാട്ടാനകളൊക്കെ നാട്ടിലിറങ്ങി അവർ നടത്തുന്ന ശല്യം ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് പല പേരുകളുണ്ട്. ഇപ്പോൾ പടയപ്പ ആവട്ടെ, ഏഴാറ്റുമുഖം ഗണപതി എന്നുള്ള പേരിലൊക്കെ. ഈ ആനയെ മുമ്പ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ആന ജനങ്ങൾ നിൽക്കുന്നിടത്ത് വല്ല പ്രശ്നങ്ങളുണ്ടാക്കിയ ചരിത്രമുണ്ടോ? എന്താ അത്തരത്തിലുള്ള? ഈ അതിരപ്പള്ളിയിൽ വളരെ രൂക്ഷമായ കാട്ടാന ശല്യം, കാട്ടാനകൾ ഇറങ്ങി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 വർഷത്തോളം ആവുന്നു. അതിനു മുമ്പ് ആനകൾ വരാറുണ്ടെങ്കിലും വളരെ അപൂർവമായിട്ടാണ് നമുക്ക് പകലൊക്കെ കാണാൻ കഴിയുക. ഈ ആനകൾ നാട്ടിലിറങ്ങുകയും അതിരപ്പള്ളിയുടെ വിവിധ പ്രദേശങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോഴാണ് ഞാൻ ഒരു ക്യാമറ വാങ്ങുകയും ആനകളെ നിരീക്ഷിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 3 വർഷമായിട്ട് അതിരപ്പള്ളിയിൽ വരുന്ന മിക്കവാറും ആനകളൊക്കെ വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിച്ച് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ആനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റാളുകളോട് സംസാരിക്കുകയും അവരുടെ ഇതിൻ്റെ ബിഹേവിയർ എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ആവുന്നതൊക്കെ നിരീക്ഷിച്ച് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആനയെ ഒരു 2 വർഷത്തിനകത്തിൽ 3-4 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് അതിരപ്പള്ളിയിൽ നിൽക്കുന്ന ഒരു ആനയല്ല. അതിരപ്പള്ളിയിലെ ആനകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കൊമ്പ് എല്ലാ ആനകൾക്കും ചെറുതാണ്. എണ്ണപ്പന കൊത്തി തിന്നുന്നതുകൊണ്ടാണ് അതിങ്ങനെ തേഞ്ഞു പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കൊമ്പിന് ഒരു പരിധിയിൽ കൂടുതൽ നീളമുള്ള ഒരു ആന ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചിരുന്നു. ഇതൊരു എപ്പോഴും ഇവിടെ അതിരപ്പള്ളിയിലുള്ള ഒരു ആനയല്ല എന്നുള്ളത്. എന്നാൽ ഇടയ്ക്ക് അതിരപ്പള്ളിയിൽ വന്ന് പോകുന്ന ഒരു ആനയാണ്. അതിരപ്പള്ളിയോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന മലയാറ്റൂർ ഡിവിഷൻ്റെയോ പറമ്പിക്കുളം ഡിവിഷനിലൊക്കെ വെള്ളിക്കുളങ്ങര പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കൂട്ടത്തിൽ ചേരാത്ത ആനയാവാനും സാധ്യതയുണ്ടല്ലോ, ഒറ്റയ്ക്കാണ് കണ്ടതെന്നുള്ളത്. അത് ഈ അപകടത്തിന് ശേഷമാണ് ഒറ്റയ്ക്ക് നമ്മൾ കാണുന്നത്. അതിനു മുമ്പ് മറ്റാനകളുടെ കൂടെയും ഈ ആനയെ കണ്ടിട്ടുണ്ട്. നിർണായകമാണ് ഈ ദിവസം അല്ലേ? അതെ, നിർണായകമാണ്. നമുക്ക് ചികിത്സ നൽകാൻ സാധിക്കും എന്നുള്ള ഒരു അതിലാണ് നമ്മളെല്ലാവരും. അതെ.
ശ്രീജ, അതാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വിശദമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം. അദ്ദേഹം വ്യക്തമായിട്ട് ആനകളെ നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ വിഷയം അദ്ദേഹമാണ് ആദ്യം വനംവകുപ്പിൻ്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം കൂട്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഡോക്ടർ അരുൺ സക്കറിയ ഈ ആനയെ നിരീക്ഷിച്ചതിന് ശേഷമാണ് എന്താണെന്ന് ചെയ്യാൻ കഴിയുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അപ്പോൾ രാവിലെ അല്പസമയത്തിന് ശേഷം അദ്ദേഹം ഈ ആന നിൽക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആനയെ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് പോകും. നമ്മളിവിടെ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി നമുക്കൊക്കെ മൊബൈൽ റേഞ്ചിന് എത്രമാത്രം അവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ വരും മണിക്കൂറുകളിൽ മൊബൈൽ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് തത്സമയം തന്നെ ഈ വിവരങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. രസമുള്ള കാഴ്ചകളാണ്, നല്ല രസമുള്ള കാലാവസ്ഥയാണ്, രാവിലെ സമയമാണ്. അപ്പോൾ റേഞ്ച് ഇല്ലെങ്കിൽ അനുമോദം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടോളൂ. പക്ഷേ ഈ ആന വളരെ ദാരുണമാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ മസ്തകത്തിൽ നിന്ന് പഴുപ്പ് വരുന്ന മാതിരി, ശ്വസിക്കുമ്പോൾ പോലും പഴുപ്പ് വരുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ആനയ്ക്ക് വേണ്ട ചികിത്സ നൽകാൻ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. അരുൺ സക്കറിയുടെ മികവ് ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹത്തിനും സംഘത്തിനും കൃത്യമായി ചികിത്സ നൽകിക്കൊണ്ട് തിരികെ ജീവിതത്തിലേക്ക് ആ കാട്ടുകൊമ്പനെ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. അനുമോദാണ് വിവരങ്ങൾ നൽകിയത് ആതിരപ്പള്ളിയിൽ നിന്ന്. ഇനി കുർബാന തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് വഴി തുറന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രോപൊലിത്തൻ വികാരി മാർ ജോസഫ് പാംബ്ലാനിയുടെ ചർച്ചയ്ക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നു. വിമതരുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ സഭാനുകൂല സംഘടനകളുമായി മെത്രോപൊലിത്തൻ വികാരി ചർച്ച നടത്തും. ഇന്നലെ നടന്ന ചർച്ചയിൽ ഈ വിമത വിഭാഗം വൈദികർ അവരുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചതായി മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഡാനി, ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഒരു പക്ഷേ ഒരു സമാധാനത്തിന്റെ വഴിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചർച്ചയുടെ ഒരു തുടക്കമായി ഇന്നലത്തെ ദിവസത്തെ കരുതാം. ഇനിയും തുടർ ചർച്ചകൾ വേണ്ടിവരുമെന്ന്. ആ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ? എത്രത്തോളം പോസിറ്റീവാണ് ഇപ്പോൾ ആദ്യഘട്ട ചർച്ച? നിലവിൽ കാര്യങ്ങൾ ശുഭസൂചകമാണ്. കാരണം വലിയൊരു വിഭാഗം വിശ്വാസികളും വൈദികരും തന്നെയും ഈ അതിരൂപതയുടെ ഔദ്യോഗികമായ നേതൃത്വത്തെ അവരുമായി ഉണ്ടായ കഴിഞ്ഞ കുറേ നാളുകളായി നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസം അതിൻ്റെ ഒരു രൂക്ഷതയിലേക്ക് പോകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ബിഷപ്പ് ഹൗസിനകത്ത് തന്നെ സമരം നടക്കേണ്ട അവസ്ഥ, പിന്നീട് പോലീസിൻ്റെ ഒരു നടപടികൾ ഉണ്ടാകുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതിനുശേഷം അതിലൊരു സമവായത്തിലേക്ക് നീങ്ങുന്നത് അവിടെ ആർച്ച് ബിഷപ്പ് നിയോഗിക്കുന്നു, മേജർ ആർച്ച് ബിഷപ്പ് അവിടെ മെത്രോപൊലിത്തൻ വികാരിയായിട്ട് ഒരു നിയമനം നടത്തുന്നു എന്നതാണ്. അത് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി അവിടെ നിയമിക്കുന്നു. അദ്ദേഹം ഒരു ചർച്ചകളുടെയും അതോടൊപ്പം തന്നെ ഈ സമരം നടത്തുന്നവരുമായിട്ടെല്ലാം തന്നെ ഒരു സമവായത്തിലേക്ക് നീങ്ങാമെന്ന ചില സൂചനകൾ, അതായത് ചില ചർച്ചകൾ നടത്താമെന്ന രീതിയിലുള്ളൊരു സൂചനകളെല്ലാം തന്നെ നൽകിയിരുന്നു. ആ ചർച്ചകളുടെ ഒരു തുടക്കമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നടന്നത്. ആ ചർച്ചകൾ പ്രധാനമായും തന്നെ അതിൽ ഉരുത്തിരിഞ്ഞത് ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാം, അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നുള്ളൊരു ഉറപ്പാണ് അദ്ദേഹം നൽകിയത്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ സ്വന്തമായും തീരുമാനമെടുക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു സ്ഥാനികമായ പദവികൾ പ്രത്യേകിച്ച് ഈ ഒരു പുതിയ ചുമതലയിൽ നൽകിയിട്ടില്ല എന്നതാണ്. അദ്ദേഹത്തിന് മേജർ ആർച്ച് ബിഷപ്പും അതോടൊപ്പം തന്നെ സിനഡുമായിട്ടുള്ള കൂടിയാലോചനകളെല്ലാം ഈ വിഷയത്തിൽ വേണം. അപ്പോൾ വൈദികരുമായി നടത്തിയ ചർച്ചയിൽ ഉണ്ടായ കാര്യങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിനെ അടക്കം ധരിപ്പിക്കുകയും പിന്നീട് അതിലൊരു അനുമതിയിലേക്കെല്ലാം തന്നെ നീങ്ങുകയും വേണം. എങ്കിലും അവർക്ക് വേണ്ടി കൂടി അദ്ദേഹം സംസാരിക്കാമെന്ന രീതിയിലാണ് ഈ ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വൈദികരും അതിനെ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യുന്നതായി പറഞ്ഞു. അതിന് 10 മണി മുതൽ 1 മണി വരെയാണ് ചർച്ചാ സമയം നടന്നത്. മറ്റൊന്ന്, ഒരു ഭാഗം മാത്രമായിട്ടല്ല, ഈ ഔദ്യോഗിക പക്ഷത്തെ അനുകൂലിക്കുന്ന വിവിധ വിശ്വാസ സംഘടനകളുണ്ട്, ആത്മായ സംഘടനകളുണ്ട്. അവരുമായി കൂടി അദ്ദേഹം കൂടിയാലോചനകൾ നടത്തുന്നു. നാളെ അത്തരം സംഘടനകളുമായിട്ട് അദ്ദേഹം ഇത്തരം ആലോചനകളിലേക്ക് പോകുന്നുണ്ട്. കാരണം അവർ വളരെ രൂക്ഷമായിട്ട് തന്നെ വൈദികരെയും ഈ വിശ്വാസികളെയും ഒരു വിഭാഗം വിശ്വാസികളെയും തമ്മിൽ എതിർക്കുന്നുണ്ട്. കാരണം ഈ ആവശ്യങ്ങൾ അത്ര കണ്ട് അംഗീകരിച്ച് കൊടുക്കേണ്ടതില്ല എന്ന രീതിയിൽ തന്നെ ആവശ്യപ്പെടുന്നവരാണ്. അപ്പോൾ ഇതിനിടയിൽ നിന്നുകൊണ്ടൊരു സമവായത്തിലേക്കും സാധ്യതകളിലേക്കും എല്ലാം തന്നെ പോകേണ്ടതുണ്ട്. അതിനൊരു ഫോർമുല കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും അത്തരം ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇനി കൂടിയാലോചനകൾ കൂടുതൽ നടത്തേണ്ടതുണ്ട്. മേജർ ആർച്ച് ബിഷപ്പും മറ്റുമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൂടിയാലോചനകൾ നടത്തണം. കഴിഞ്ഞ ദിവസവും വൈദികരും അത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മേജർ ആർച്ച് ബിഷപ്പുമായിട്ട്
അദ്ദേഹം ചർച്ചകളിലേക്ക് കൊണ്ടുവരാം എന്ന് ഉറപ്പ് നൽകിയതായിട്ട് പറയുകയുണ്ടായി. എന്തായാലും അത്തരമൊരു സാധ്യതകളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. നിലവിൽ ഒരു സമാധാന അന്തരീക്ഷം തന്നെയാണ് അതിലുള്ളത്. പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നതാണ് ഈ ചർച്ചകൾ ഒരു രീതിയിലേക്ക്, രമ്യതയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നാണ് പൊതുവിലും ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സഭാ തർക്കത്തിലൊരു പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്, ഒരു സമാധാന അന്തരീക്ഷം തെളിയുന്നുണ്ട്. രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് മാർ ജോസഫ് പാംപ്ലാനി കടക്കാൻ പോവുകയാണ്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. കോവിഡ് കാല PPE കിറ്റ് ഇടപാടിൽ ക്രമക്കേടെന്ന് CAG. PPE കിറ്റ് ക്രമക്കേടിൽ 10.23 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടായി. പൊതുവിപണിയേക്കാൾ 300 ഇരട്ടി അധികം നൽകിയാണ് PPE കിറ്റ് വാങ്ങിയത്. 2020 മാർച്ച് 28-ന് 550 രൂപയ്ക്ക് PPE കിറ്റ് വാങ്ങി. മാർച്ച് 30-ന് 1550 രൂപയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് PPE കിറ്റ് വാങ്ങി. 2 ദിവസത്തിൽ PPE കിറ്റിന്റെ വില 1000 രൂപ കൂടി. കുറഞ്ഞ തുകയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത കമ്പനിയെ തഴഞ്ഞെന്നും വിമർശനം. കോവിഡ് കാലത്തെ PPE കിറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടിൽ സർക്കാർ വ്യക്തത വരുത്തുമെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഉയർന്ന തുകയ്ക്ക് PPE കിറ്റ് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. 15,000 കിറ്റുകളാണ് കൂടിയ വിലയ്ക്ക് വാങ്ങിയത്. പൊതുജനാരോഗ്യ മേഖലയിൽ ഡോക്ടർമാരുടെ എണ്ണം കുറവെന്ന CAG റിപ്പോർട്ട് നിയമസഭയിൽ. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും കുറവ്. പൊതുജനാരോഗ്യ മേഖലയിൽ ഗുണനിലവാരം കുറവെന്ന് CAG ആർദ്രം മിഷൻ ഉദ്ദേശലക്ഷ്യം നിറവേറ്റുന്നില്ല. 4 മെഡിക്കൽ കോളേജിൽ അക്കാദമിക് പ്രവർത്തനം ആരംഭിക്കുന്നതിൽ അസാധാരണ കാലതാമസമെന്ന് CAG. KMMCL-ന് CAG റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനം. മരുന്നുകൾ ആവശ്യത്തിനെത്തിക്കാൻ കഴിഞ്ഞില്ല. മരുന്നുകളുടെ ഗുണമേന്മ ഉറപ്പാക്കാനും നടപടിയുണ്ടായില്ല. ടെൻഡർ മാനദണ്ഡങ്ങളിൽ ഗുരുതര വീഴ്ച. ആവശ്യത്തിന് മരുന്നില്ലാത്ത പരാതികൾ വ്യാപകം. മരുന്ന് കമ്പനികളിൽ നിന്ന് ഈടാക്കേണ്ട പിഴ ഈടാക്കിയില്ലെന്നും CAG. ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വഴിവിട്ട സഹായം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ജയിൽ DIG അജയകുമാറിനും ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനും സസ്പെൻഷൻ. AC മുറിയിലിരിക്കാൻ സൗകര്യമൊരുക്കി ജയിൽ. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയുടെ വാർഷികം. 2024 ജനുവരി 23 ഇവിടെ അയോധ്യ നിവാസികൾക്കെന്നല്ല ഭാരതത്തിലെ മുഴുവൻ ഹിന്ദു വിശ്വാസികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. രാമവീഥിയിൽ തീർത്ഥാടക പ്രവാഹം. ആഘോഷ കാഴ്ചകളിൽ അയോധ്യ. हम राम नाम का सनातन धर्म ही चला रहे, राम नाम तो भाग्य जगा लिए, राम नाम से पाप कर्म मिटते हैं. രാംലല്ലയെ കാണാൻ എല്ലാ വഴികളും അയോധ്യയിലേക്ക്. അസുലഭ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 സംഘവും. രാവിലെ തുടരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ വീട് ഇന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ സന്ദർശിക്കുകയാണ്. വയനാട്ടിൽ പാർട്ടിക്ക് വീഴ്ച പറ്റി എന്ന് പരസ്യമായി സമ്മതിച്ചതിന് പിന്നാലെയാണ് KPCC അധ്യക്ഷൻ വിജയന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അതേസമയം കേസിൽ ആത്മഹത്യാ പ്രേരണ ചുമത്തിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയാണ്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ KPCC അധ്യക്ഷൻ നടത്തിയ കുറ്റസമ്മതമാണ്. അതായത് ഇക്കാര്യത്തിൽ വയനാട് DCCക്ക് വീഴ്ച പറ്റിയത്. ഇത് 2 തരത്തിലാണ്. ഒന്ന്, ഈ കുറ്റം മുഴുവൻ DCCയിലേക്ക് ചുമത്തി ഒരുപക്ഷെ ND അപ്പച്ചനെ മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? എന്തായിരുന്നു ഇന്നലെ സുധാകരന്റെ അത്തരമൊരു കുറ്റസമ്മതത്തിന് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്?
കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ, അതായത് ഈ NM വിജയന്റെ മരണത്തിന് ശേഷം തന്നെ ഇത് വലിയ ഗൗരവമുള്ള വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന് എഴുതിയിരുന്ന കത്തിൽ ഗുരുതരമായ പല പരാമർശങ്ങളും ഉണ്ടായിരുന്നാലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ തന്നെ പ്രതിരോധത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം, അത്തരം വെളിപ്പെടുത്തലുകളാണ് അദ്ദേഹം കത്തിൽ നടത്തുകയും ചെയ്തത്. കേവലം ഈ വെളിപ്പെടുത്തലുകൾ മാത്രമല്ല, ഈ വെളിപ്പെടുത്തലുകൾക്ക് മുമ്പ് തന്നെ ജില്ലയിലെ ജില്ലയിലെ ഈ വിഷയങ്ങൾ കോൺഗ്രസ് പ്രത്യേകമായി പരിശോധിച്ചതാണ്. പ്രത്യേക ഉപസമിതിയെ ഈ കേസിനെ പറ്റി അല്ലെ ഈ കോഴ ആരോപണത്തെ കുറിച്ചൊക്കെ നേരത്തെ തന്നെ KPCC നേതൃത്വത്തിന് അറിവുണ്ടാവാം എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷമാണ് ഈ കേസ് അന്വേഷണത്തിലേക്ക് മറ്റുമൊക്കെ നീങ്ങുന്നത്. കുടുംബം ഒന്നടങ്കം ഇത്തരം നടപടികൾക്കെതിരെ, അതായത് ഈ മരണശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പല നേതാക്കളും ഈ NM വിജയനെ ഒത്തുതിരിഞ്ഞ് ആക്രമിക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി വെച്ചത് NM വിജയന്റെ നടപടിക്രമങ്ങൾ മൂലമാണ് എന്ന ഒരു വിമർശനത്തിലേക്കാണ് എത്തിയിരുന്നത്. IC ബാലകൃഷ്ണൻ MLA അടക്കമുള്ളവർ പറഞ്ഞതും ഇത്തരം കാര്യങ്ങളിലൊന്നും തങ്ങൾക്കാർക്കും പങ്കില്ല. NM വിജയൻ വരുത്തിവെച്ച ബാധകളാണെങ്കിൽ അദ്ദേഹം തന്നെ തീർക്കട്ടെ എന്ന തരത്തിലേക്ക് PCT അടക്കമുള്ള നേതാക്കൾ പോലും പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതിനുശേഷമാണ് പാർട്ടി നിയോഗിച്ച ഉപസമിതി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നത്. ഉപസമിതി ആദ്യം തന്നെ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തി നേതാക്കളുടെ മൊഴിയെടുത്തു. ഇതിനുശേഷം കുടുംബത്തിലെത്തി മകന്റെയും മരുമകളുടെയും അടക്കമുള്ളവരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അവരോട് പ്രാഥമികമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. എന്തായാലും ഈ സമിതിയിൽ തന്നെ സമിതിയുടെ അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അവർ നടത്തിയ അന്വേഷണത്തിൽ തന്നെ ഈ വിവാദങ്ങൾക്ക് കഴമ്പുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിവരം ഒരുപക്ഷെ KPCC പ്രസിഡന്റിന് ലഭ്യമായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു വ്യാപ്തി വലുതാണ്, ഗൗരവതരമായ ചില പ്രശ്നങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഉണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് അദ്ദേഹം എത്തിയതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആവാം അദ്ദേഹം ഇന്ന് ഈ വയനാട്ടിലേക്ക് എത്തുകയും ഈ NM വിജയന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കാണാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്ത് ആദ്യഘട്ടത്തിൽ ഈ വിഷയങ്ങളെക്കുറിച്ച്, അതായത് ഈ ആത്മഹത്യാക്കുറിപ്പ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കുടുംബം യാതൊരു തരത്തിലുമുള്ള വിശദീകരണങ്ങളോ മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ദിവസങ്ങളോളം ആ വീട്ടിലെത്തിയെങ്കിലും കുടുംബം ഇത് സംബന്ധിച്ച് ഒരു തരത്തിലും പാർട്ടിയെ തള്ളിപ്പറയുന്ന നിലപാടിലേക്ക് എത്തിയിരുന്നില്ല. അതിനുശേഷം KPCC പ്രസിഡന്റ് K സുധാകരനെയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവരെയും കാണുകയും ഈ തങ്ങൾക്ക് പറയാനുള്ളത് പറയുകയും സാമ്പത്തിക ബാധ്യതകൾ പാർട്ടി ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങേയറ്റം പ്രതികൂലമായൊരു നിലപാടായിരുന്നു അന്ന് പാർട്ടി നേതൃത്വത്തിൽ നിന്നും ഉണ്ടായത്. BJPയുടെയും CPMന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി പാർട്ടിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കുടുംബം ചെയ്യുന്നതടക്കമുള്ള ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് എത്തി. പക്ഷേ പിന്നീട് കുടുംബം ഒന്നടങ്കം പാർട്ടിക്കെതിരെ നിലനിൽക്കുന്നതും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് കത്തടക്കം പുറത്തുവിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും അപ്പോൾ തന്നെ അപകടം കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയുകയും ഒരു അന്വേഷണ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു. പിന്നീട് VD സതീശൻ നേരിട്ട് വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തി. ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് കൂടി എത്തുന്നത്. അതായത് കുടുംബത്തോടൊപ്പം തന്നെ തങ്ങൾ നിലയുറപ്പിക്കുന്നു എന്ന് കൃത്യമായി പറയാതെ പറയുകയാണ്. അല്ലെങ്കിൽ ഈ ബാധ്യതകൾ ഏറ്റെടുക്കുമെന്ന നേരത്തെ പാർട്ടി നേതാക്കൾ വീട്ടിലെത്തി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് ഒരു വട്ടം കൂടി ഊട്ടിയുറപ്പിക്കാനാണ് ഇന്ന് അദ്ദേഹം എത്തുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ജില്ലാ തലത്തിൽ വലിയ പൊളിച്ചെഴുത്തലുകൾ ഉണ്ടാവും. ND അപ്പച്ചനെ അധികം വൈകാതെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റും എന്ന കാര്യം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇത് കേവലം ഈ കേരള ഘടകത്തെ മാത്രം, അല്ലെങ്കിൽ വയനാട്ടിലെ പാർട്ടിയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. രാഹുൽ ഗാന്ധിയെ പോലുള്ള പ്രതിപക്ഷ നേതാവ് പ്രതിനിധീകരിച്ച ഒരു മണ്ഡലമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരിയും മുതിർന്ന നേതാവുമായ പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് ഈ മണ്ഡലത്തിലുണ്ടാകുന്ന ഓരോരോ ചെറിയ പ്രശ്നങ്ങൾ പോലും, അല്ലെങ്കിൽ പാർട്ടിയെ ഒന്നടങ്കം ചൂഴുന്ന ഇത്തരം പ്രശ്നങ്ങൾ അത് ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പാർട്ടി ഒരു കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നത്. അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് ഇന്നത്തെ K സുധാകരന്റെ സന്ദർശനത്തിനെ കാണേണ്ടത്. എന്തായാലും ഒരു വശത്ത് ഇത്തരം കാര്യങ്ങൾ KPCC അധ്യക്ഷൻ K സുധാകരൻ ആത്മഹത്യ ചെയ്ത NM വിജയന്റെ വീട് സന്ദർശിക്കുകയാണ്. ഇന്നലെ കുറ്റസമ്മതത്തിന്റെ ഭാഷയിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചതെങ്കിൽ ഇന്ന് എന്താണ് സന്ദർശന ശേഷം അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം. ഇനി മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്.
അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയുടെ വാർഷികം വളരെ വിപുലമായി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോൾ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്ക് ഒരുപാട് പേർ എത്തുന്നുണ്ട്. അവരിൽ ഭൂരിഭാഗവും അയോധ്യയിൽ കൂടി സന്ദർശനം നടത്തിയിട്ടാണ് മടങ്ങുന്നത്. പ്രതിഷ്ഠാ വാർഷികവും കുംഭമേളയും കൂടിച്ചേരുമ്പോൾ അവിടെ ഇത്ര നാളും നമ്മൾ കാണാത്ത തിരക്കാണ് അയോധ്യയിൽ അനുഭവപ്പെടുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രനും പ്രശാന്തും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2024 ജനുവരി 23 ഇവിടെ അയോധ്യ നിവാസികൾക്കെന്നല്ല ഭാരതത്തിലെ മുഴുവൻ ഹിന്ദു വിശ്വാസികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. കാരണം രാമക്ഷേത്രത്തിന്റെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് സമാപനമായ ദിവസം. അന്ന് മുതൽ ഇന്നുവരെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തജനങ്ങളാണ് രാമക്ഷേത്രത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അയോധ്യ നഗരത്തിന്റെ മുഖഛായം, അയോധ്യയുടെ മുഖഛായ മാറുന്നു. ഒരു വലിയ നഗരമായി അയോധ്യ മാറുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. UP സർക്കാരൊക്കെ നേരിട്ടാണ്, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുണ്ട്, UP സർക്കാർ നേരിട്ടാണ് വികസന പ്രവർത്തനങ്ങൾക്കടക്കം മുൻകൈയെടുക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ 1ാം വാർഷികത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. നിരവധി ഭക്തർ ഈ രാമക്ഷേത്ര സമുച്ചയത്തിൽ നടക്കുന്ന മതപരവും സാംസ്കാരികമായ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. യജുർവേദ പാരായണത്തോടെയാണ് വാർഷികാഘോഷങ്ങൾ ആരംഭിച്ചത്. ഇവിടെ നമുക്കറിയാം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഈ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി നേതൃത്വം നൽകുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും ഈ പതിനായിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുന്ന കാഴ്ച കൂടിയുണ്ട്. അനവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തി ദർശനം നടത്തി മടങ്ങുകയും മറ്റും ചെയ്യുന്നത്. ഇവരൊക്കെ ഒരുപക്ഷെ ഭയ്യാജി കിധർ സെ ആയ? भाई साहब नमस्ते। हम लोग महाराष्ट्र पुणे पहले आए जी, इससे पहले भी आए हैं। प्राण प्रतिष्ठा में नहीं आगे नहीं, वहाँ नहीं आना हो पाया था। कैसा लग रहा है? बस सब बढ़िया। हम सभी लोग डॉक्टर्स हैं। अभी हम लोग प्रयागराज से यहाँ आए हैं। कुंभ मेला पर गया जी, कुंभ मेला में डॉक्टर की तरफ से एक नेत्र कुंभ नाम से इस साल सभी जो भी यहाँ पर यात्रीगण साधु संत आ रहे हैं उनकी निःशुल्क आंखों की जाँच और अगर जरूरत पड़ती है तो चश्मा दवाइयाँ सब वहाँ दी गई थी। तो देश भर से उन लोगों ने आह्वान किया था जो भी डॉक्टर्स आना चाहते हैं वॉलंटरली, तो उसमें हम लोग आए थे। अच्छा, कैसे लगा? बहुत अच्छा है। महाराष्ट्र से इंदौर मध्य प्रदेश। आप लोग अलग अलग स्टेट में? हम बाकी 5 लोग महाराष्ट्र से, दीदी इंदौर से। अच्छा, कुंभ मेला में भी है? हाँ, साथ में। कैसा लगा? बहुत अच्छा है। फोटो से ज्यादा अच्छा है। बहुत प्रसन्न लग रहा है। इतने दूर से यहाँ पे आए, दर्शन हुआ रामलल्ला का, बहुत अच्छा लगा हमको। ധന്യവാദ്. അങ്ങനെ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ മഹാ ആരതി നടന്നു. രാംലല്ലയ്ക്ക് അഭിഷേകമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന പശ്ചാത്തലമുണ്ടായി. രാംലല്ലയുടെ കൊട്ടാരം മുഴുവൻ പുഷ്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്ന കാഴ്ച കാണാം. ദൗർഭാഗ്യം എന്ന് പറയാൻ നമുക്ക് അകത്തേക്ക് കയറാനുള്ള അവസരം, അതായത് ക്യാമറയുമായി അകത്തേക്ക് കയറാനുള്ള അവസരമില്ല. പക്ഷെ നമുക്ക് അകത്ത് കയറി തൊഴുതു മടങ്ങാൻ സാധിക്കുമെന്നുള്ളത് മാത്രമാണ്. ഒരുപാട് ആളുകൾ, സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് കുറച്ചുകൂടി രാംലല്ലയ്ക്ക് അർപ്പണം നടത്താനും മറ്റുമായുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. 2024 ജനുവരി നമുക്കറിയാം ക്ഷേത്രത്തിൽ 22-നാണ് പ്രതിഷ്ഠിച്ചത്. ഒരു പറഞ്ഞതുപോലെ പുതിയ യുഗം ആരംഭിച്ചു ഈ പ്രതിഷ്ഠയോടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. बहुत आदमी आता है? बहुत धन्यवाद सर। बहुत आदमी आता है। कितना कैसा है इधर का आदमी का आना? कैसा? बहुत अभी तो कुंभ मेला की वजह से बहुत लोग आ रहे हैं, बहुत राम भक्तजन आ रहे हैं। കുംഭമേള സന്ദർശിച്ച് അവിടെ നിന്ന് അയോധ്യയിൽ കൂടി പോയിട്ടാണ് അവിടെ എത്തുന്ന അധികം ആളുകളും എത്തുന്നത്. വിശദമായ റിപ്പോർട്ടാണ് രഞ്ജിത്ത് രാമേന്ദ്രനും പ്രശാന്ത് മംഗലശ്ശേരിയും നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് അയോധ്യ നഗരത്തിലെ ഒരു ഗോശാലയിലേക്കാണ്. 100 കണക്കിന് പശുക്കളെ പരിപാലിക്കുന്ന ഒരു കേന്ദ്രമാണിത്. ക്ഷേത്രത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ കേന്ദ്രം നടത്തുന്നത്. അയോധ്യ ക്ഷേത്രത്തിന് ചേർന്നാണ് ഗോശാലയിലൊന്ന്. മറ്റൊന്ന് സമീപത്തുള്ള ഹനുമാൻ ഗഡിക്കടുത്തും. 100ഓളം പശുക്കൾ പരിപാലിക്കാനായി ക്ഷേത്രം നേരിട്ട് നിയമിച്ചവരും. പശുക്കളുടെ പാൽ ഹനുമാൻ ക്ഷേത്രത്തിലേക്കും അയോധ്യ ക്ഷേത്രത്തിലേക്കും പോകും. ഗോമാതാവ് എന്ന സങ്കല്പത്തിൽ അതീവ ശ്രദ്ധയോടെ പരിപാലനം. जी ये हनुमान जी का गौशाला है। हनुमान गढ़ी का गौशाला। ये सारी हनुमान जी की गैया है। ये जितनी गैया है ये हनुमान जी की गैया है। और जो यहाँ का जितना भी दूध होता है वो सारा हनुमान जी के लिए जाता है। ये यहाँ का दूध नहीं जो बिकता नहीं है, ये कुछ बेचा नहीं जाता है यहाँ का दूध। और बाकी ये जितनी है ये गैया एक हिसाब से अनाथ गैया है।
हमारी मंदिर के लिए और गौ सेवा के लिए ही होता है यहाँ पे जी। यह गौशाला लगभग 100-150 साल पुराना ये, और मांगड़ी का तो जब से मांगड़ी मंदिर है वो वाला वो बहुत पुराना है, जिससे मंदिर है जी। നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പശുക്കളെയും സംരക്ഷിക്കും. ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള പശുക്കളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവർ കാര്യമായി സംരക്ഷിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഇതിനെയൊക്കെ വളരെ ഭംഗിയായിട്ടാണ് വളർത്തുകയും ഇതിൻ്റെ ഈ പശുവിൻ്റെ പാലൊക്കെ ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ് പോവുകയും മറ്റും ചെയ്യുന്നത്. അങ്ങനെ വലിയ ഒരു സേവനം, അതായത് പശുക്കളെ സംരക്ഷിക്കുക, അതിനെ സേവിക്കുക, അതിനെ ഗോമാതാവിനെ പോലെ കാണുക എന്നതിൻ്റെ വലിയൊരു ഉദാഹരണം കൂടിയാണ് ഇവിടെ. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, ന്യൂസ് 18. അയോധ്യയിൽ നിന്ന് നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ചൂടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. സദർ അസംബ്ലി മണ്ഡലത്തിൽ ഇന്ദർലോക് മെട്രോ സ്റ്റേഷന് സമീപം നടക്കുന്ന റാലിയിൽ ഇന്ന് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. നാളെ മുസ്തഫാബാദിലെ റാലിയിലും രാഹുൽ എത്തും, ജനങ്ങളെ അഭിസംബോധന ചെയ്യും. വിവരങ്ങളുമായി ER രാഗേഷ് ചേർന്നു. രാഗേഷ്, അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചിത്രമൊക്കെ തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി എത്ര കണ്ട് പരസ്പരം ആക്രമിക്കാനും അതിൽ നിന്ന് ആനുകൂല്യം കിട്ടാനും കഴിയുമെന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള പ്രചാരണത്തിനാണ് കോൺഗ്രസ് ഡൽഹിയിൽ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്? ശ്രീജ, ഏതായാലും കോൺഗ്രസ് ഒരു തിരിച്ചുവരവിനുള്ള ശ്രമമാണ് ഡൽഹിയിൽ നടത്തുന്നത്. കാരണം കഴിഞ്ഞ 2 തവണയും 2015-ലാകട്ടെ 2020-ലാകട്ടെ ഒറ്റ സീറ്റ് പോലും കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. വോട്ട് ശതമാനം 5% താഴെ മാത്രമായിരുന്നു. ഒരു കാലത്ത് ഡൽഹി ഭരിച്ചിരുന്ന പാർട്ടിയാണ്. 98 മുതൽ 2013 വരെ തുടർച്ചയായി 15 വർഷം കോൺഗ്രസിന്റെ കൈകളിലായിരുന്നു ഡൽഹി. അപ്പോൾ ഒരു തിരിച്ചുവരവിനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ പ്രചാരണത്തിന് തുടക്കമിട്ടതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം സീലംപൂരിലാണ് ഇത്തരത്തിൽ പ്രചാരണ റാലി ആരംഭിക്കുകയും ചെയ്തത്. സീലംപൂരിൽ രാഹുൽ ഗാന്ധി പ്രചാരണം അന്ന് ആം ആദ്മി പാർട്ടിക്കും ഒപ്പം തന്നെ BJPക്കുമെതിരെ വലിയ വിമർശനം നടത്തിയിരുന്നു. 2 കൂട്ടരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നായിരുന്നു പ്രധാനപ്പെട്ട വിമർശനമായി അന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നത്. ഇന്ന് ഏതായാലും 2ാം ഘട്ട പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി തുടക്കം കുറിക്കുകയാണ്. ഇന്ന് ഇന്ദർലോക് മെട്രോ പരിസരത്താണ് രാഹുൽ ഗാന്ധിയുടെ റാലി നടക്കുന്നത്. നാളെയും മറ്റന്നാളും രാഹുൽ ഗാന്ധി റാലികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് മുസ്തഫാപൂരിലും ഒപ്പം തന്നെ മാദിപ്പൂരിലുമാണ് അടുത്ത 2 ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ റാലി. ഏതായാലും 2ാം ഘട്ടത്തിലേക്ക് പ്രചാരണം കടക്കുമ്പോൾ വലിയ പോരാട്ടം, വാക്പോര് തുടരും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് BJP ഇന്നലെ 2ാം ഘട്ട പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് KG ക്ലാസ് മുതൽ PG വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം അടക്കമുള്ളവയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഒപ്പം മത്സര പരീക്ഷകൾക്ക് ധനസഹായം അടക്കം BJP വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നു. പ്രത്യേകിച്ച് BJPയുടെ ആദ്യഘട്ട പ്രകടന പത്രികയിൽ സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് ഏതാണ്ട് 21,000 രൂപ ധനസഹായം, ഒപ്പം തന്നെ LPG സിലിണ്ടർ സൗജന്യം, അങ്ങനെ പല വാഗ്ദാനങ്ങളും BJP നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ യുവാക്കളെ, വിദ്യാർത്ഥികളെ അടക്കമുള്ളവർ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ശ്രമങ്ങൾ BJP നടത്തുന്നത്. കാരണം യുവാക്കൾ പ്രധാന വിഭാഗമാണ്, വലിയൊരു ശതമാനം വോട്ടർമാർ ആണ്, പുതിയ വോട്ടർമാർ ഡൽഹിയിലുണ്ട്. അങ്ങനെ അവരെ കൂടി കയ്യിലെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നടക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്ത് വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ ഏതായാലും കേജ്രിവാളും കോൺഗ്രസും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ശ്രീജ. ER രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ എന്തായാലും തെരഞ്ഞെടുപ്പ് പോരാട്ടം ചൂടുപിടിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് തന്നെയായിരിക്കും പോവുക. കാരണം കോൺഗ്രസിന് ഇതൊരു അഭിമാന പോരാട്ടമാണ്, ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ് നമ്മൾ. രാത്രികാല പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയ ഫോറൻസിക് സർജൻമാരെ മാറ്റി നിർത്തി രാത്രികാല പോസ്റ്റ്മോർട്ടവുമായി മുന്നോട്ടു പോകുമെന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി. സൗകര്യങ്ങളില്ലെന്ന കാരണത്താൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടില്ലെന്നും ഫോറൻസിക് വിഭാഗം മേധാവി കൂടിയായ പോലീസ് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ ന്യൂസ് 18നോട് പറഞ്ഞു. ഇതോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രാത്രികാല പോസ്റ്റ്മോർട്ടം തർക്കം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ആദ്യം നടപ്പാക്കിയത് മഞ്ചേരിയിലാണ്. 4 മാസം കൊണ്ട് 32ലധികം രാത്രികാല പോസ്റ്റ്മോർട്ടങ്ങൾ ഇവിടെ നടന്നു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്കും പോലീസിനും രാത്രികാല പോസ്റ്റ്മോർട്ടം വലിയ സഹായമായിരുന്നു. എന്നാൽ സൗകര്യക്കുറവുകൾ കാരണമാക്കി രാത്രികാല പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണമെന്ന് ഫോറൻസിക് വിഭാഗത്തിലെ 2 ഡോക്ടർമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഇത് പരിഗണിച്ചുകൊണ്ട് രാത്രികാല പോസ്റ്റ്മോർട്ടം തടഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവെന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടുകൾ. എന്നാൽ അങ്ങനെയല്ല,
ഹർജി നൽകിയ ഡോക്ടർമാരെ രാത്രികാല പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നിർബന്ധിക്കരുത് എന്നാണ് ഹൈക്കോടതി ഉത്തരവെന്ന് ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതൽ ശങ്കർ പറയുന്നു. ഇവരെ ഒഴിവാക്കിക്കൊണ്ട് രാത്രികാല പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശവും പുറത്തിറക്കി കഴിഞ്ഞു. രാത്രികാല പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് കമ്പൽ ചെയ്യാൻ പാടില്ല എന്നുള്ളിടത്തോളാണ്. അത് 2 ഡോക്ടർമാരെ ഇന്നു മുതൽ തന്നെ അത് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. മോർച്ചറിയുടെ മുന്നിൽ കാത്തു നിൽക്കുന്ന സാധാരണക്കാരുടെ മുന്നിൽ ഡോറടച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം പരിശോധന നീട്ടിവെക്കരുത് എന്നാണ് കോടതി പറഞ്ഞിരുന്നത്. ഞങ്ങളത് അക്ഷരം പ്രതി അനുസരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഹൈക്കോടതി ഉത്തരവ് അത് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. വ്യക്തമായും വളരെ നന്നായി തന്നെ രാത്രികാല പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും മഞ്ചേരി മെഡിക്കൽ കോളേജിലുണ്ട്. ഡോക്ടർമാർ, വില്ലിങ്ങായ ഡോക്ടർമാരും മഞ്ചേരി മെഡിക്കൽ കോളേജിലുണ്ട്. ഇത് വളരെ അധികം ജനങ്ങൾക്ക് കഴിഞ്ഞ 3-4 മാസമായിട്ട് 35ഓളം കേസുകൾ ഞങ്ങൾ രാത്രികാലത്ത് ചെയ്തു. രാത്രികാലം എന്ന് പറയുമ്പോൾ 5 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യുകയുണ്ടായി. മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ രാത്രി പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യമായ ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെന്നും പരാതിക്ക് കാരണം എന്താണെന്ന് അറിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇത് സുഗമമായി നടത്താൻ, അതായത് 24 മണിക്കൂർ ഓട്ടോപ്സി ചിലപ്പോൾ സാധ്യമായി എന്ന് വരില്ല. പക്ഷെ എക്സ്റ്റൻഷൻ ഓഫ് ടൈം അത് ഇപ്പോഴത്തെ നിലയ്ക്ക് സാധ്യമാണ്. അതാണ് വാസ്തവം. അതായത് ഒരു 8 മണി വരെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ അന്ന് നടക്കുന്ന കേസുകൾ, അന്ന് ഇൻക്വസ്റ്റ് ചെയ്യപ്പെടുന്ന കേസുകൾ മുഴുവനും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സാധ്യത ഇന്ന് നിലവിലുണ്ട്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സർക്കാർ സംവിധാനങ്ങൾ അതിനുവേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് കൂടി മഞ്ചേരി മോഡൽ രാത്രികാല പോസ്റ്റ്മോർട്ടം വ്യാപിപ്പിക്കുവാൻ സർക്കാർ ആലോചിക്കുന്നതിനിടെയാണ് ഫോറൻസിക് വിഭാഗത്തിലെ 2 ഡോക്ടർമാർ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. 10 വർഷത്തിലധികമായി യമനിൽ കുടുങ്ങിക്കിടന്ന തൃശൂർ ഇരിങ്ങാലക്കുട എടക്കുളം സ്വദേശി ഇന്ന് നാട്ടിൽ തിരിച്ചെത്തുകയാണ്. പൂമംഗലം പഞ്ചായത്തിലെ കുണ്ടൂർ വീട്ടിൽ ദിനേശാണ് നാട്ടിൽ വരാൻ സാധിക്കാതെ വിദേശത്ത് ദുരിതക്കയത്തിൽ അകപ്പെട്ടിരുന്നത്. സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ജീവിതം കരയ്ക്കടുപ്പിക്കാൻ 2014 ദിനേശ് യമനിലേക്ക് പോകുന്നത്. പിന്നീട് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും അതിനിടയിൽ സ്പോൺസറുടെ കയ്യിൽ ദിനേശിന്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തു. തിരികെ പോരാൻ സാധിക്കാതെ യമനിൽ കഷ്ടതകൾക്ക് നടുവിലായി പിന്നീടുള്ള ജീവിതം. നാട്ടിലെ വീട് കടക്കണിയിൽ പെടുകയും ചെയ്തു. ഭാര്യ അനിതയുടെയും കുടുംബത്തിന്റെയും ജീവിതവും കണ്ണീർ കടലായി. ദിനേശിനെ തിരികെ എത്തിക്കാൻ കുടുംബവും കുടുംബ സുഹൃത്തുക്കളും നിരവധി പേരെ കാണുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെയാണ് വിഷയം നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ വിപിൻ പാറമേക്കാട്ടിലിന് മുന്നിലേക്ക് ഉണ്ണി പൂമംഗലം എന്ന വ്യക്തി മുഖേന എത്തുന്നത്. ഇതോടെ ഇന്ത്യൻ എംബസിയുമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും വിപിൻ നടത്തിയ ഇടപെടലുകൾക്കൊപ്പം വലിയ തുക വിടുതൽ പ്രവർത്തനങ്ങൾക്കായി യമനിലേക്ക് അയച്ചു നൽകുകയും ചെയ്തു. നമ്മുടെ ഉണ്ണി പൂമംഗലം ഇതെന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ വിഷയം ഏറ്റെടുക്കുകയും അതിനായിട്ട് എല്ലാ പരിശ്രമവും തുടങ്ങിയത്. സത്യം പറഞ്ഞ 6 മാസം മുമ്പ് 21 ഓഗസ്റ്റിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇതിനു വേണ്ടി ഒരു കത്തയച്ചു, ഇമെയിൽ അയച്ചു. യമനിലെ ഇന്ത്യൻ എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥനെ ഗിരിരാജ് സിംഗിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ വിഷയം എന്നുള്ളത്. പക്ഷെ അത് അദ്ദേഹത്തിനെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. അങ്ങനെ വീണ്ടും യമനിലുള്ള മറ്റു മലയാളി സുഹൃത്തുക്കളായിട്ട് നമ്മൾ എംബസിയിൽ പോയി. അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സന്ദേശം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഫോളോ അപ്പിനായിട്ട് ഒരുപാട് സഹായിച്ചത് ഷിജു ജോസഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് കോട്ടയത്തുള്ളത്. അദ്ദേഹം സഹായിച്ചു. അതിനുശേഷം അത് സൗദി വഴിയാണ് എമർജൻസി പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തു. അതിനുവേണ്ടി നമ്മളെ സഹായിച്ചത് നിമിഷപ്രിയ കേസിലൊക്കെ വളരെയധികം ഇടപെട്ട ശ്രീ സാമുവൽ ജെറോമാണ്. അദ്ദേഹത്തിനെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു, നന്ദി പറയുന്നു. ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടായി. അവിടുത്തെ മലയാളി ഫെഡറേഷൻ, വേൾഡ് മലയാളി ഫെഡറേഷൻ അവിടുത്തെ ഞങ്ങളെ സഹായിച്ചു ഫൈനിന് വേണ്ടിയിട്ട്. 10 കൊല്ലം നടക്കാത്ത കാര്യം ഈ ഒരു 6 മാസം കൊണ്ട് നടന്ന ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് പറയാം. കൂടാതെ കോട്ടയം സ്വദേശിയായ ഷിജു ജോസഫ്, സാമുവൽ ജെറോം എന്നിവരുടെ ഇടപെടലും ദിനേശിന് നാട്ടിലേക്ക് എത്താനുള്ള വഴിയൊരുക്കി. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ദിനേശ് യമനിൽ നിന്നും നാട്ടിലേക്ക് വിമാനം കയറി. അച്ഛനെ കണ്ട് ഓർമ്മയില്ലാത്ത 10 വയസ്സുകാരൻ സായ് കൃഷ്ണയും 12 വയസ്സുകാരി കൃഷ്ണവേണിയും കാത്തിരിക്കുകയാണ് തങ്ങളുടെ അച്ഛനെ ഒരു നോക്ക് കാണാൻ. ന്യൂസ് 18 തിരൂർ. ശാരീരിക പരിമിതികൾ മറികടന്ന് ജീവിതം കൈപ്പിടിയിലൊതുക്കിയ ആളാണ് കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി സാബു ജോസഫ്. കെട്ടിട നിർമ്മാണത്തിലെ വാർപ്പിനാവശ്യമായ തകിടുകളും മറ്റു സാമഗ്രികളും വാടകയ്ക്ക് നൽകിയാണ് ഇപ്പോൾ സാബുവും കുടുംബവും ഉപജീവനമാർഗം നേരത്തെ കണ്ടെത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 7 മാസമായി ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലാണ് സാബു. വഴിമുട്ടി എന്ന് പറയാനാകില്ല, വഴിമുട്ടിച്ചു എന്ന് തന്നെ പറയണം.
അകക്കണ്ണിലെ വെളിച്ചം കൊണ്ട് ജീവിതം നയിച്ച സാബുവിനെ കണ്ണുള്ളവർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഏഴുമാസം മുൻപാണ് സംഭവം. ആലപ്പുഴ കാട്ടൂർ സ്വദേശിയായ ശ്രീഹരിയുടെ വീട് നിർമ്മാണത്തിന് സാമഗ്രികൾ വാടകയ്ക്ക് കൊടുത്തതാണ് സാബു. നിർമ്മാണത്തിനിടെ വീട്ടുടമയും കരാറുകാരനും തമ്മിൽ തർക്കമായി. ഇതോടെ ഉടമ സാമഗ്രികൾ തടഞ്ഞുവെച്ചു. സാബു നേരിട്ട് പോയി ആവശ്യപ്പെട്ടിട്ടും വിട്ടു നൽകിയില്ല. ജീവിതം വലിയ 7 മാസമായിട്ട് എനിക്കിത് ആർക്കും വാടകയ്ക്ക് കൊടുക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ഇതിന് ഒരു വരുമാനവും ഇല്ല. എനിക്ക് എൻ്റെ ലോണുകൾ അടയ്ക്കാൻ പറ്റുന്നില്ല. പണിക്കാർക്ക് എനിക്ക് പണി കൊടുക്കാൻ പറ്റും. 10-14 വർഷമായിട്ടൊക്കെ നിൽക്കുന്ന പണിക്കാരാണ്. അവരുടെ എല്ലാ കുടുംബം ഇതുകൊണ്ട് പട്ടിണിയാവുക. ഒരു ദിവസം വേണ്ട 1500 രൂപ ഒരു ദിവസം വാടക വരുന്ന സാധനം അന്യായമായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്നത്. അതിനല്ല അയാൾ 1 മാസമൊക്കെ അയാൾ തടഞ്ഞു വെച്ചിട്ട് എന്തായാലും അയാൾക്ക് പ്രശ്ന പരിഹാരത്തിനാണ് തടഞ്ഞത്. പക്ഷേ അയാൾ ഇതൊന്നും നമ്മളോട് കൃത്യമായിട്ട് പറയുന്നത്. നമ്മൾ ഓരോ ദിവസം ചെല്ലുമ്പോൾ അയാൾ ഓരോ രീതിയിലാണ് നമ്മളോട് അഭിപ്രായം പറയുന്നത്. നമുക്ക് അയാളൊന്ന് നേരിട്ട് കാണാനൊന്നും അയാൾ നമ്മളെ വിളിച്ചിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിലൊരു ദുരൂഹത പോലെ അയാളത് സത്യത്തിൽ അന്യായമായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്നതാണ്. നിർമ്മാണ സാമഗ്രികൾ ലഭിക്കാതെ വന്നതോടെ ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിൽ പരാതി നൽകി. എന്നാൽ പോലീസും വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല. ഇതാണ് ഇരുട്ടടിയായത്. പോലീസിന്റെ ഭാഗത്തും വളരെ മോശം സമീപനമാണ് നമുക്ക് ഉണ്ടാകുന്നത്. കാരണം മണ്ണഞ്ചേരി സ്റ്റേഷനിൽ നിന്നൊക്കെ ഞാൻ നീതി എവിടെ നിന്ന് കിട്ടും സാറേ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറയുന്ന കുഴലിൽ നിന്ന് കിട്ടുമെന്നാണ് പറഞ്ഞ നീതി. ആ കുഴൽ എവിടെ കിട്ടുമെന്ന് എനിക്ക് ഇത്രയും നാളായിട്ട് അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഒന്ന് അന്വേഷിക്കാൻ തയ്യാറാണ്. ഞാൻ 4-5 പ്രാവശ്യം അവിടെ ചെന്ന് ഈ പരാതിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനുണ്ട്. ഞാൻ പറഞ്ഞു സാറേ അവരെ 2 പേരെ അങ്ങോട്ട് വിളിപ്പിക്കുക സ്റ്റേഷനിലോട്ട്. ഞാൻ വിളിച്ച ഏതായാലും വരികയാണ്. അധികാരപ്പെട്ടവർ വിളിപ്പിക്കും വരണ്ടേ. അയാൾ സ്ഥലത്തില്ല, അയാൾ ജോലി തിരക്ക എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ 7 മാസത്തോളമായ സാധനം അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സാധനം അവിടെ ഇരുന്ന് നശിച്ച് പോയെങ്കിൽ ഇയാളുടെ സാധനത്തിൻ്റെ വിലയും ഇതുവരെയുള്ള വാടകയും തരണം. തന്നില്ലെങ്കിൽ ഞങ്ങൾ സത്യത്തിൽ അയാളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി ഞങ്ങൾ നിരാഹാരം ഇരിക്കും. കാരണം എനിക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. 23-ാമത്തെ വയസ്സിൽ കിണറ്റിലെ പാറ പൊട്ടിക്കുന്നതിനിടെ അപകടമുണ്ടായാണ് സാബുവിന് കാഴ്ച നഷ്ടപ്പെട്ടത്. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് മനുഷ്യരുടെ ജീവിതത്തോടുള്ള വെല്ലുവിളി. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. കോവിഡ് കാല PPE കിറ്റ് ഇടപാടിൽ ക്രമക്കേടെന്ന് CAG. PPE കിറ്റ് ക്രമക്കേടിൽ 10.23 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടായി. പൊതുവിപണിയേക്കാൾ 300 ഇരട്ടി അധികം നൽകിയാണ് PPE കിറ്റ് വാങ്ങിയത്. 2020 മാർച്ച് 28-ന് 550 രൂപയ്ക്ക് PPE കിറ്റ് വാങ്ങി. മാർച്ച് 30-ന് 1550 രൂപയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് PPE കിറ്റ് വാങ്ങി. 2 ദിവസത്തിൽ PPE കിറ്റിന്റെ വില 1000 രൂപ കൂടി. കുറഞ്ഞ തുകയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത കമ്പനിയെ തഴഞ്ഞെന്നും വിമർശനം. കോവിഡ് കാലത്തെ PPE കിറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടിൽ സർക്കാർ വ്യക്തത വരുത്തുമെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഉയർന്ന തുകയ്ക്ക് PPE കിറ്റ് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. 15,000 കിറ്റുകളാണ് കൂടിയ വിലയ്ക്ക് വാങ്ങിയത്. പൊതുജനാരോഗ്യ മേഖലയിൽ ഡോക്ടർമാരുടെ എണ്ണം കുറവെന്ന CAG റിപ്പോർട്ട് നിയമസഭയിൽ. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും കുറവ്. പൊതുജനാരോഗ്യ മേഖലയിൽ ഗുണനിലവാരം കുറവെന്ന് CAG ആർദ്രം മിഷൻ ഉദ്ദേശലക്ഷ്യം നിറവേറ്റുന്നില്ല. 4 മെഡിക്കൽ കോളേജിൽ അക്കാദമിക് പ്രവർത്തനം ആരംഭിക്കുന്നതിൽ അസാധാരണ കാലതാമസമെന്ന് CAG. KMMCL-ന് CAG റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനം. മരുന്നുകൾ ആവശ്യത്തിനെത്തിക്കാൻ കഴിഞ്ഞില്ല. മരുന്നുകളുടെ ഗുണമേന്മ ഉറപ്പാക്കാനും നടപടിയുണ്ടായില്ല. ടെൻഡർ മാനദണ്ഡങ്ങളിൽ ഗുരുതര വീഴ്ച. ആവശ്യത്തിന് മരുന്നില്ലാത്ത പരാതികൾ വ്യാപകം. മരുന്ന് കമ്പനികളിൽ നിന്ന് ഈടാക്കേണ്ട പിഴ ഈടാക്കിയില്ലെന്നും CAG. ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വഴിവിട്ട സഹായം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ജയിൽ DIG അജയകുമാറിനും ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനും സസ്പെൻഷൻ. AC മുറിയിലിരിക്കാൻ സൗകര്യമൊരുക്കി ജയിൽ രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തി എന്നീ ആരോപണങ്ങളിലാണ് നടപടി. കാട്ടുപന്നി ശല്യം നേരിടാൻ നടപടി വേണമെന്ന് ഹൈക്കോടതി. വിഷയത്തിൽ എന്താണ് നയം? രാവിലെ തുടരുന്നു. ഇനി നമ്മളൊക്കെ ഇന്നത്തെ ദിവസം വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. ഇന്ത്യ-ഇംഗ്ലണ്ട് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ആദ്യ മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കും. മലയാളി താരം സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യും. സൂര്യകുമാർ യാദവ് നായകനായ ഇന്ത്യൻ ടീമിൽ 14 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മുഹമ്മദ് ഷമി കളിക്കാനിറങ്ങും.
എസ് ലല്ലുവും എൽദോ പോൾ പുതുശ്ശേരിയും രണ്ടുപേരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലല്ലു, ഇവിടെ സഞ്ജു സാംസണെ ഒഴിവാക്കിയ സങ്കടവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ വളരെ ചൂടുപിടിച്ചിരിക്കുമ്പോഴാണ് ഇന്നിപ്പോൾ 2020 പരമ്പരയ്ക്ക് തുടക്കമാവുന്നത്. ഓപ്പൺ ചെയ്യാൻ തന്നെ സഞ്ജു ഇറങ്ങുന്നുമുണ്ട്. എന്തൊക്കെയാണ് പൊതുവെ ഈ സീരീസിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്? സഞ്ജു എവിടെയാണ് നിർത്തിയിരിക്കുന്നത് നമുക്കറിയാം. കഴിഞ്ഞ സീരീസില് ഉജ്ജ്വലമായ 2 സെഞ്ചുറികൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് അദ്ദേഹം നേടിയത്. അതിനു മുമ്പ് ബംഗ്ലാദേശിന്റെ ഒരു സെഞ്ചുറി. കഴിഞ്ഞ വർഷം അവസാനം ഏതാണ്ട് 10 ദിവസത്തെ ഇടവേളയിൽ 3 സെഞ്ചുറി നേടി മികച്ച ഫോമിലാണ് താനെന്ന് സഞ്ജു തെളിയിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ 2020 ടീമിന്റെ ഓപ്പണർ സ്ഥാനത്തേക്കുള്ള ഒരു സ്ഥിരമുഖമായി സഞ്ജു മാറുന്ന ഒരു സീരീസ് ആയിരിക്കും ഒരു പക്ഷേ ഇതെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സഞ്ജുവിന് മുന്നിൽ അത്ര ഒരു വലിയ അവസരമാണ്. സ്വന്തം നാട്ടിൽ ഏതാണ്ട് 5 മത്സരങ്ങൾ ഇംഗ്ലണ്ട് പോലുള്ള ഒരു ടീമിനെതിരെ മികച്ച പ്രകടനം നടത്താനായാൽ വരും കാല 2020 ടീമിൽ സഞ്ജു ഇന്ത്യൻ ടീമിന്റെ സ്ഥിരാംഗമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് മാത്രമല്ല ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ തർക്കങ്ങളുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി സഞ്ജുവിന്റെ ബാറ്റിലൂടെ നൽകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കാലയളവിലെല്ലാം സഞ്ജു അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടീമിൽ ഉൾപ്പെടുത്താതെ പോയ സാഹചര്യങ്ങളെല്ലാം മികച്ച പ്രകടനങ്ങൾ കൊണ്ട് അദ്ദേഹം മറുപടി നൽകി. ഒരു പരിപൂർണമായ ഒരു യങ് ഇന്ത്യൻ ടീമാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. സൂര്യകുമാർ യാദവ് നയിക്കുന്നു, സഞ്ജുവും അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യുന്നു. ഇന്ത്യയുടെ നിലവിലെ ഇന്ത്യയിലെ സ്ഥിരം 2020 ടീമുകളെല്ലാം തന്നെ കളിക്കാൻ ഇറങ്ങുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് മുഹമ്മദ് ഷമിയുടെ വരവാണ്. ഏതാണ്ട് 14 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഷമി കളിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് ഇന്നത്തെ ഈ ആദ്യ മത്സരം നടക്കുന്നത്. ജോസ് ബട്ട്ലർ നയിക്കുന്ന ഇംഗ്ലണ്ട് ടീമും സുസജ്ജമാണ്. നമുക്കറിയാം 2020 ഇംഗ്ലണ്ട് ടീമിന്റെ ഒരു കരുത്തും അതുകൊണ്ട് തന്നെ മികച്ച മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എൽദോ പോൾ പുതുശ്ശേരി കൂടി ചേരുന്നുണ്ട്. എൽദോ, ലല്ലു പറഞ്ഞതുപോലെ തന്നെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സഞ്ജു ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സഞ്ജു നേരിട്ട അപമാനത്തിനൊക്കെ ഒരു മറുപടി ഇന്നത്തെ മത്സരത്തിൽ നൽകുമെന്നാണ്. ഒരു ഇന്ത്യൻ ടീം എന്ന നിലയ്ക്ക് നമ്മൾ എന്താണ് ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നത് ഇംഗ്ലണ്ടുമായി നേരിട്ടിറങ്ങുമ്പോൾ? ഇന്ത്യൻ ടീം സംബന്ധിച്ച് 2020 അപാര ഫോമിലാണ്. 2020 ലോകകപ്പ് ജയിച്ച ശേഷം ഇന്ത്യ അസാമാന്യ മികവ് പുലർത്തുകയും ചെയ്യുന്നുണ്ട് ഈ ഫോർമാറ്റിലെങ്കിലും. പ്രത്യേകിച്ചും സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി കീഴിൽ ഇന്ത്യ ജയിച്ച പരമ്പരകൾ അത് ശ്രദ്ധേയമാണ്. ഇനി ഈ അവസാനത്തെ പരമ്പരകൾ മാത്രം നോക്കിയാൽ അത് ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ ജയം സ്വന്തമാക്കി, ബംഗ്ലാദേശിനെതിരെ ജയം സ്വന്തമാക്കി, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ ജയം സ്വന്തമാക്കി. പക്ഷേ ഇംഗ്ലണ്ടിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇംഗ്ലണ്ട് ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇപ്പോൾ മികച്ച രീതിയിൽ പോരുന്ന ഒരു ടീമാണ്. മാത്രമല്ല അവരുടെ പുതിയ കോച്ച് അത് നമുക്ക് എല്ലാവർക്കും പരിചിതനായിട്ടുള്ള ന്യൂസിലാൻഡിന്റെ എക്കാലത്തെ മികച്ച 2020 പ്ലേയേഴ്സിൽ ഒന്നായിട്ടുള്ള ബ്രണ്ടൻ മക്കല്ലമാണ്. ബ്രണ്ടൻ മക്കല്ലം ഗൗതം ഗംഭീറിനെ പോലെ തന്നെ മറ്റൊരു ഓപ്പണറായിട്ടുള്ള ബ്രണ്ടൻ മക്കല്ലം ഇന്ത്യയിലേക്ക് ആദ്യമായി ഇംഗ്ലണ്ടിന്റെ പരിശീലകനായി എത്തുന്ന ഒരു ടൂർണമെന്റ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇനി ശ്രീജൻ സൂചിപ്പിച്ചതുപോലെ സഞ്ജു സാംസണും നിർണായകമാണ്. ഇതിലൊരു പ്രധാന ഘടകം സഞ്ജുവിനെ ഇന്ത്യൻ ടീം സെലക്ടേഴ്സ് ഇപ്പോഴും അല്ല സൂചിപ്പിച്ചുവെങ്കിൽ പോലും ഇന്ത്യൻ ടീം സെലക്ടേഴ്സ് ഇപ്പോഴും ഒരു സ്പെഷ്യലിസ്റ്റ് ഏകദിന പ്ലെയർ ആയിട്ടാണ് കണക്കാക്കുന്നത്. എങ്കിലും 2020 പരമ്പരയിലെ സഞ്ജുവിന്റെ ഫോം നിർണായകമാണ്. പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിനെതിരായ ഈ പര്യടനത്തിലുടനീളം സഞ്ജുവിന് കൂടുതൽ സാധ്യത തെളിയും. അത് മാത്രമല്ല ചാമ്പ്യൻസ് ട്രോഫിയിലേക്കുള്ള വഴി തുറക്കാൻ, കാരണം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള 15 ടീമിനെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഫസ്റ്റ് റിസർവായിട്ട് സഞ്ജുവിനെ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് എന്നുള്ള സൂചന BCCI നൽകുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ ഫസ്റ്റ് റിസർവ് എന്നാൽ ഈ 15 സംഘത്തിൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള 15 സംഘത്തിൽ ആരെങ്കിലും ഒരാൾ പരിക്ക് പറ്റിയോ മറ്റെന്തെങ്കിലും കാരണത്താൽ പുറത്താവുക ചെയ്താൽ, അതായത് ബാറ്റർമാരിൽ ഒരാൾ പുറത്തായാൽ അവിടെ സ്വാഭാവികമായും സഞ്ജുവിനാണ് വഴി തുറക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ ടൂർണമെന്റ് വളരെ നിർണായകമായി മാറുന്നത് സഞ്ജു സംബന്ധിച്ച്. പക്ഷേ കൊൽക്കത്തയിൽ കാലാവസ്ഥ അല്പം പ്രതികൂലമാണ്. ഒരു പക്ഷേ മത്സരത്തിൽ ചില ഓവറുകൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെ കരുതുന്നുണ്ട്. എന്നാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 2020 ലോക ചാമ്പ്യന്മാരാണ്, മികച്ച ഫോം തുടരുന്നുണ്ട്. സ്വന്തം നാട്ടിൽ ഒരു ജയത്തിൽ കുറഞ്ഞൊന്നും ഇന്ത്യ ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലൈല സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷമിയുടെ തിരിച്ചുവരവാണ്. ഷമി മടങ്ങിയെത്തുന്നു. ഷമി ഇനി ദീർഘനാൾ ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ടാകുമെന്ന് കരുതുന്ന ഒരു താരമാണ്. അപ്പോൾ ജസ്പ്രീത് ബുംറയുടെ അഭാവം
ഷമിയുടെ എക്സ്പീരിയൻസ് കൊണ്ട് നികത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും ഇന്ത്യക്കുണ്ട് ശ്രീജ. ശരി, പുതിയ വേഷത്തിലും പുതിയ ബോളിലും ഒക്കെയാണ് ഇറങ്ങുന്നത്. മൊത്തത്തിൽ ഒരു കാഴ്ചയ്ക്കും ഒരു പുതുമയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെ എൽദോ? എൽദോ പോൾ പുതുശ്ശേരിയും ഒപ്പം എസ് ലല്ലുവുമാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് 2020 പരമ്പരയിലെ ആദ്യ മത്സരമാണ് നടക്കുന്നത്. നമ്മൾ ഇനി പോകുന്നത് കുറച്ച് ആശംസകളിലേക്കാണ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന അവർക്കുള്ള ആശംസകൾ നോക്കാം. ആദ്യം ഒന്നാം പിറന്നാൾ 20-ാം തീയതി ഒന്നാം പിറന്നാൾ ആഘോഷിച്ച സൗപർണിക കുട്ടിക്കുള്ള ആശംസയാണ്. തിരുവനന്തപുരം കുഴിവിള സ്വദേശികളായ അശ്വതി അരുൺ ദമ്പതികളുടെ മകളാണ് സൗപർണിക. സൗപർണിക്ക് ഇച്ചിരി വൈകിയാണെങ്കിലും ഹാപ്പി ബർത്ത്ഡേ. വർഷയുടെയും ശാലിൻദാസിന്റെയും ഒന്നാം വിവാഹ വാർഷികമായിരുന്നു ഇന്നലെ. ആശംസകൾ അറിയിക്കുന്നത് സുഹൃത്ത് വിനു ആണ്. വിനു മാത്രമല്ല, ഞങ്ങളൊക്കെയും വർഷയ്ക്കും സ്റ്റാലിനും ഹാപ്പി ആനിവേഴ്സറി വിഷ് ചെയ്യുന്നു. പവിത്രയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ പവിത്ര. നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഇതുപോലെ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിവസത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും ഇതുപോലെ എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് 9346975748. വാട്സപ്പ് ചെയ്യേണ്ട ഫോമാറ്റ് സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഫോൺ നമ്പർ. ഇനി നമ്മൾ പോകുന്നത് ഈ ദിവസം സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ്. ഇന്ന് ഇത് സംഭവിക്കും. സർക്കാർ ജീവനക്കാരും അധ്യാപകരും, ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇന്ന് പണിമുടക്കുകയാണ്. സെറ്റോയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സർവീസ് സംഘടനകളും ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ CPIയുടെ സർവീസ് സംഘടനകളുമാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പണിമുടക്ക് നേരിടാൻ സർക്കാർ ഡയൻസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബ്രൂവറി വിവാദം നിയമസഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. എക്സൈസ് മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കും. നയപ്രഖ്യാപനത്തിന്റെ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. ബ്രൂവറി വിഷയത്തിൽ സമരം ശക്തമാക്കാൻ KCBC മദ്യവിരുദ്ധ സമിതി ഇന്ന് എറണാകുളത്ത് സമരജ്വാല തെളിയിക്കും. സർക്കാർ നിലപാട് മാറ്റണമെന്നാണ് KCBCയുടെ ആവശ്യം. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് NM വിജയന്റെ കുടുംബത്തെ K സുധാകരൻ ഇന്ന് സന്ദർശിക്കും. DCC നേതാക്കളുമായി സുധാകരൻ കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. പാലക്കാട് CPM ജില്ലാ സമ്മേളനം 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മേളനത്തിൽ പങ്കെടുക്കും. വിവാദ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജുവിനെ കടത്തിക്കൊണ്ടുപോയ കേസിൽ ഇന്ന് കലയുടെ മൊഴിയെടുക്കും. കലാരാജുവിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് മൊഴിയെടുക്കുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. കേസിൽ അറസ്റ്റിലായ 4 പ്രതികളെ മൂവാറ്റുപുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. കണ്ണൂർ ന്യൂമാഹിയിൽ 2 RSS പ്രവർത്തകരെ വെട്ടിക്കൊന്ന കേസിൽ വിചാരണ ഇന്നു തുടങ്ങും. വിചാരണ നടപടികൾ തലശ്ശേരി കോടതിയിലാണ്. TP വധക്കേസ് പ്രതികളായ കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും കേസിൽ 2ഉം 4ഉം പ്രതികളാണ്. പരോളിലുള്ള കൊടിസുനി കോടതിയിൽ ഹാജരാണ്. കണ്ണൂർ മാലൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അമ്മയുടെയും മകന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. മദ്യലഹരിയിൽ വീട്ടിലെത്തിയ സുമേഷ് അമ്മ നിർമ്മലയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം. ചേന്ദമംഗലം കൂട്ടക്കൊലക്കേസ് പ്രതി ഋതു ജയനുമായി ഇന്ന് തെളിവെടുക്കാൻ പോലീസ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് പ്രതിയെ കനത്ത സുരക്ഷാ വലയത്തിലാണ് എത്തിക്കുന്നത്. തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികൾ തുടങ്ങുകയാണ്. വനംവകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയും സംഘവും അതിരപ്പള്ളിയിലെത്തി. ആനയുടെ മുറിവ് വെടിയേറ്റതുപോലെയാണെന്നും ഭൂപ്രകൃതി അടക്കം ദൌത്യത്തിന് വെല്ലുവിളിയാണെന്നും ഡോക്ടർ അരുൺ. മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക് മന്ത്രി MB രാജേഷിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തും. സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത ഉദ്ഘാടനം ചെയ്യും.
10 വർഷത്തിലധികമായി യമനിൽ കുടുങ്ങിക്കിടന്ന തൃശൂർ ഇരിങ്ങാലക്കുട എടക്കുളം സ്വദേശി ഇന്ന് നാട്ടിലെത്തും. പൂമംഗലം പഞ്ചായത്തിലെ കുണ്ടൂർ വീട്ടിൽ ദിനേശാണ് നാട്ടിൽ വരാൻ കഴിയാതെ വിദേശത്ത് ദുരിതത്തിലായിരുന്നത്. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച പശ്ചാത്തലത്തിലാണ് കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. സ്വമേധയാ എടുത്ത കേസാണ് പരിഗണിക്കുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം ശക്തമാക്കി കോൺഗ്രസ്. സദർ അസംബ്ലി മണ്ഡലത്തിൽ ഇന്റർലോക്ക് മെട്രോ സ്റ്റേഷന് സമീപം നടക്കുന്ന റാലിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. നാളെ മുസ്തഫാബാദിലെ റാലിയിലും രാഹുൽ എത്തുന്നുണ്ട്. ഇനി ജാഗ്രത. ബാങ്കുകളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ രാത്രി സമയത്ത് കവർച്ച നടക്കുന്നതൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ള വാർത്തയാണ്. പക്ഷേ കർണാടകയിൽ അല്പം വ്യത്യസ്തമാണ് കാര്യങ്ങൾ. പട്ടാപ്പകൽ ബാങ്ക് കൊള്ളയും വാഹനയാത്രക്കാരെ ആക്രമിച്ചുള്ള കവർച്ചയും ഒക്കെ തുടർക്കഥയാവുന്നത് വലിയ ആശങ്കയാവുകയാണ്. വൻ കവർച്ചാ സംഘങ്ങൾ കർണാടകയിൽ തമ്പടിച്ചിരിക്കുന്നതായാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ബാങ്ക് കവർച്ചാ കേസിലെ പ്രതികൾ തെളിവെടുപ്പിനിടെ പോലീസിനെ ആക്രമിച്ചതോടെ പ്രതികൾ പോലീസിനെ വെടിവെച്ചു എന്ന വാർത്തയും പുറത്തുവരികയാണ്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, അതിർത്തിയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള വലിയ കവർച്ചാ സംഘങ്ങളുണ്ട്. പകൽ പോലും ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ ഇവർക്ക് ധൈര്യം വരുന്നത് എങ്ങനെയാണ്? തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായ ദിവസങ്ങളിൽ കൊള്ളയും കൊലപാതകവും ഈ വാഹനങ്ങൾ തട്ടിക്കൊണ്ടുപോകലും ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ മൈസൂരുവിൽ മലയാളിയായ വ്യവസായി സൂഫിയെ ഇദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തുകയും 1.5 ലക്ഷം രൂപ കവർച്ച ചെയ്യും. ഈ വാഹനം ഇവർ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെയാണ് ഈ കോട്ടയക്കാർ, അതായത് ഇതെല്ലാ സംഭവങ്ങളും നടന്നിട്ടുള്ളത് അതിർത്തി പ്രദേശങ്ങളിൽ എന്നത് ശ്രീജ സൂചിപ്പിച്ചത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കേരളത്തോട് അതിർത്തി പങ്കിടുന്ന ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഉള്ളാളിലാണ് പട്ടാപ്പകൽ ഇത്തരത്തിൽ 4 കോടി രൂപ തോക്കു ചൂണ്ടി 6 അംഗ സംഘം കവർച്ച ചെയ്തത്. ഈ കേസിൽ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു പ്രതിയെയാണ് ഇന്നലെ തെളിവെടുപ്പിന് എത്തിക്കുന്നതിനിടെ പോലീസിനെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതേ തുടർന്ന് പോലീസ് ഇയാളെ വെടിവെക്കുന്നു. ഏതായാലും ഇയാളിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റൊരു സംഭവം നടന്ന് ATMലേക്ക് പണം നിറക്കാൻ കൊണ്ടുവന്ന ബീദറിലാണ്, ബംഗളൂരിന് അടുത്ത് ബീദർ എന്ന സ്ഥലത്താണ്. അതിൽ 2 സുരക്ഷാ ജീവനെ വെടിവെച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം ഇവർ 94 ലക്ഷം രൂപയുമായി കടന്നു കളിയായിരുന്നു. ഏതായാലും ഈ സംഘത്തെയും ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും നേരത്തെ സൂചിപ്പിച്ച സോഫിയെ ആക്രമിച്ച സംഭവത്തിലും പ്രതികളെ പിടികൂടാനായിട്ടില്ല. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ കർണാടകയിൽ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് തോക്കു ചൂണ്ടി പട്ടാപ്പകൽ ഇത്തരത്തിൽ കവർച്ച നടത്തുക, ബാങ്കിനകത്ത് കയറി ജീവനക്കാരെയൊക്കെ ഇത്തരത്തിൽ ബന്ദികളാക്കി പണവുമായി രക്ഷപ്പെടുക, ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ബീദറിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് സ്വദേശി മഹേഷും കൂട്ടാളിയുമാണ് ഈ കൊലപാതകവും ഈ കവർച്ചയും നടത്തിയെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇയാൾ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇയാൾക്കെതിരെ ഛത്തീസ്ഗഡിൽ തന്നെ ഒരു 94 ലക്ഷം രൂപ ബാങ്ക് കവർച്ച നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഇയാൾ ഹൈദരാബാദിലെത്തിയ ഇയാൾ ഒരു ട്രാവൽ ഏജൻസിയിലും ഇത്തരത്തിൽ വെടിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ തോക്കുമായി ഈ കർണാടകയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ സംഘങ്ങൾ എത്തിയിട്ടുണ്ടെന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടിയുണ്ട്. ഏതായാലും ഇന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ, ക്രമസമാധാന നില സംബന്ധിച്ച് പരിശോധിക്കാൻ ഇത്തരത്തിലുള്ള ഒരു യോഗം ഇന്ന് അടിയന്തരമായി വിളിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സംഭവങ്ങൾ കൂടുതൽ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള സംഘങ്ങൾ എത്തി തമ്പടിച്ചിരിക്കുന്നു എന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടിയുണ്ട്. എന്തായാലും ഈ ബാങ്കുകൾ ലക്ഷ്യമിട്ട് വലിയ തുക, കോടികൾ ഉള്ള ഒരു ഇത്തരത്തിലുള്ള കവർച്ചകളാണ് ഇവരൊക്കെ പദ്ധതിയിടുന്നതും നടപ്പിലാക്കുന്നതും. പ്രതികളെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യം കൂടി ഉള്ളത് ആഭ്യന്തര വകുപ്പിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഉള്ളാൾ ബാങ്കിലെ ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ പകുതി മുതൽ, അതായത് 4 കോടി രൂപയാണ് ഈ ബാങ്കിൽ നിന്നും കവർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ
പകുതി മുതൽ ഈ ബാങ്കിലുണ്ടായിരുന്ന മുഴുവൻ സ്വർണവും പണവും ഇവർ കവർ ചെയ്തിരുന്നു. അതിൽ പകുതി മുതൽ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റ് പണങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു തെളിവെടുപ്പിനിടെയാണ് ഇപ്പോൾ പോലീസിന് നേരെ ആക്രമണം ഉണ്ടാകുക. അതായത് ഒരു ബിയർ കുപ്പിയെടുത്ത് ഈ പോലീസുകാരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് പോലീസ് ഇയാളെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. എന്തായാലും കോടതിയിൽ റിമാൻഡ് ചെയ്ത ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും തെളിവെടുപ്പ് നടത്താനുമായി വാങ്ങിയ സമയത്തായിരുന്നു ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. അതായത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇയാളിപ്പോൾ മംഗളൂരുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ സൂഫി മൈസൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേരളത്തിലെ വ്യവസായിയാണ്. അയാൾ ബാംഗ്ലൂരിൽ വ്യവസായം നടത്തുന്ന ആളാണ്. നിത്യവും ഈ ദേശീയപാതയിലൂടെ നമുക്കറിയാം ബാംഗ്ലൂർ മൈസൂർ പുതിയ ദേശീയപാത എക്സ്പ്രസ് വേ ആ വഴി സഞ്ചരിക്കുമ്പോഴാണ് വലിയൊരു സംഘം 6 അംഗ സംഘം വന്ന് വാഹനം തടയുകയും വാഹനത്തിൽ നിന്നും 1.5 ലക്ഷത്തോളം രൂപ കവർ ചെയ്യുകയും പിന്നീട് ഈ വാഹനവും എടുത്ത് ഈ സംഘം രക്ഷപ്പെടുകയുമായിരുന്നു. ഈ സംഭവത്തിൽ ഒന്നും തന്നെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും കർണാടകയിൽ വലിയ തോതിൽ ആശങ്ക ഉയർത്തി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പട്ടാപ്പകൽ തന്നെ വലിയ തോതിലുള്ള കൊള്ള നടക്കുന്നു, അതുപോലെ തന്നെ കൊലപാതകം നടക്കുന്നു. 2 സുരക്ഷാ ജീവനക്കാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം 94 ലക്ഷം രൂപ SBIയുടെ ATMൽ നടക്കാൻ കൊണ്ടുവന്ന പണമാണ് ബീദറിൽ കൊണ്ടുപോയത്. ആ കേസിൽ ഒരു പ്രതിയെ ഈ 2 മോട്ടോർ ബൈക്കിലാണ് ഈ 2 പേർ എത്തിയത്. ആ പ്രതികളൊന്നും തന്നെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇവർ ഉത്തരേന്ത്യയിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഈ 3 സംഭവങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് ഇപ്പോൾ ഈ കേസന്വേഷണം നടക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇന്ന് ചേരുന്ന യോഗത്തിൽ നിർണായകമായ യോഗത്തിൽ ആഭ്യന്തര മന്ത്രി ഇക്കാര്യത്തിൽ പോലീസിന് കർശന നിർദ്ദേശം നൽകും. എല്ലാ അതിർത്തികളിലും അതായത് കേരളത്തിലെ ഉൾപ്പെടെയുള്ള അതിർത്തികളിൽ പരിശോധന ശക്തമാക്കാനും ഏതെങ്കിലും പരിചയമില്ലാത്ത ആളുകളെ ഇത്തരത്തിൽ സ്ഥലങ്ങളിൽ എത്തിയാൽ അത് പോലീസിനെ വിവരം അറിയിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ശ്രീജ KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ആശങ്കയുള്ള വാർത്തയാണ്. കർണാടക കേരള അതിർത്തിയിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസ് ഇന്ന് സുപ്രീം കോടതിയിലെത്തുകയാണ്. പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്വമേധയാ എടുത്ത കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, അസാധാരണമായൊരു നടപടിയാണിത്. സാധാരണഗതിയിൽ ഈ ശിക്ഷാവിധിയിൽ തൃപ്തരല്ലാത്ത കുടുംബം കോടതിയെ സമീപിക്കുന്നത് നമുക്കറിയാം. പക്ഷേ രാജ്യവ്യാപകമായി പ്രതിഷേധമുയരുന്നുണ്ട്. മമതാ ബാനർജി തന്നെ പൊതു റാലിയിൽ പറയുന്നു ഈ ശിക്ഷയല്ലായിരുന്നു വേണ്ടിയിരുന്നത്, വധശിക്ഷ കൊടുക്കണമായിരുന്നു എന്ന് പറയുന്നു. ഈ സാഹചര്യത്തിൽ സ്വമേധയാ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകത്തിൽ തൊട്ടു പിന്നാലെയാണ് സുപ്രീം കോടതി സ്വമേധയായി കേസ് എടുത്തിരുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കോടതി മുമ്പാകെ ഒരു അപേക്ഷ നേരത്തെ തന്നെ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് അവർ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഒരു പുതിയ അന്വേഷണം വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അപ്പോൾ ആ ആവശ്യത്തിൽ കോടതി ഇന്ന് എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് നിർണായകമായ കാര്യം. കാരണം ഈ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, സഞ്ജയ് റോയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു CBIയുടെ അന്വേഷണം. മറ്റ് ആളുകൾക്ക് പങ്കുണ്ടെന്ന തരത്തിലേക്ക് ഒരു അന്വേഷണം CBI നടത്തിയില്ല. മാത്രവുമല്ല, ചില പ്രധാനപ്പെട്ട തെളിവുകളൊന്നും തന്നെ CBI പരിശോധിച്ചില്ല എന്നാണ് കുടുംബം ഈ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഏതായാലും വിചാരണ കോടതി കഴിഞ്ഞ ദിവസമാണ് പ്രതി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകാതിരിക്കുകയും ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തത്. അതിൽ വലിയ പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ തന്നെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇന്ന് സ്വമേധയെടുത്ത ഹർജി പരിഗണിക്കുമ്പോൾ കുടുംബത്തിന്റെ അപേക്ഷ വരുമ്പോൾ എന്ത് സുപ്രീം കോടതി ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കും, എന്ത് പറയും എന്നുള്ളത് നിർണായകമാണ്. ഇതിന് ശേഷമായിരിക്കും ഹൈക്കോടതി ഈ വിഷയത്തിന് ഹർജി പരിഗണിക്കുക. അടുത്ത മാസം 5-ന് ഈ കേസ് ഹൈക്കോടതിയും പരിഗണിക്കാനായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കോടതി മറ്റ് നടപടികളിലേക്ക് ഏതായാലും കടക്കുക. ഏതായാലും വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ബംഗാൾ സർക്കാർ ഇന്നലെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വധശിക്ഷ തന്നെ പ്രതി സഞ്ജയ് റോയ്ക്ക് നൽകണമെന്നാണ് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള അപേക്ഷയിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ശ്രീജ, രാഗേഷ് ആണ് വിവരങ്ങൾ നൽകിയത്. നാഷണൽ ഡെസ്കിൽ നിന്ന്. തിരുവനന്തപുരം കഠിനംകുളത്ത് വീട്ടമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം തുടരുന്നു. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കാമുകൻ തന്നെയാണ് ആതിരയെ കൊലപ്പെടുത്തിയത് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ആതിരയുടെ സ്കൂട്ടറുമായി കടന്ന ഇയാളെക്കുറിച്ച് ഇതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. വിവരങ്ങളുമായി VV വിനോദ് ചേർന്നു. വിനോദ്, ദാരുണമായൊരു സംഭവമായിരുന്നു. ഇയാളെ പറ്റി എന്തെങ്കിലും വിവരം, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടതാണ് എന്ന് പോലീസ് ഒരു നിഗമനത്തിലെത്തുമ്പോൾ ഇയാളുടെ ഐഡിയോ അല്ലെങ്കിൽ മേൽവിലാസമോ അങ്ങനെ എന്തെങ്കിലും എത്തേണ്ടതുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ? ഇന്നലെയാണ് തിരുവനന്തപുരം കഠിനംകുളത്ത്
ആതിര എന്ന വീട്ടമ്മയെ കുത്തി കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഞാൻ ചോദിക്കുകയായിരുന്നു, ഈ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത് എന്ന് ഒരു നിഗമനത്തിലെത്തുമ്പോൾ ഇയാളുടെ ഐഡിയോ വിലാസമോ അങ്ങനെ എന്തെങ്കിലും പോലീസിന് കിട്ടണമല്ലോ സ്വാഭാവികമായും. അന്വേഷണം ഏത് രീതിയിലാണ് പോകുന്നത്? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, ഈ ആതിരയുടെ ഈ സ്കൂട്ടർ തട്ടിയെടുത്താണ് പ്രതി കടന്നു കളഞ്ഞതെന്ന് കരുതുന്നു. ഈ സ്കൂട്ടർ ഇപ്പോൾ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തായാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സ്കൂട്ടർ കണ്ടെത്തിയത്. ഈ സ്കൂട്ടർ കൊലപാതകത്തിന് ശേഷം പ്രതി എന്ന് കരുതുന്ന ആൾ സ്കൂട്ടറിൽ ഈ ഭാഗത്തേക്ക് എത്തി എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിസരത്ത് കടനംകുളം പാടിക്കവിളാകം ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യ ആതിരയാണ് കൊല്ലപ്പെട്ടത്. ഇതിനടുത്ത് തന്നെ പ്രതി 2 ദിവസത്തിലധികമായി മറ്റൊരിടത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു എന്ന വിവരവും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അതായത് 7 മാസം മുൻപാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. ഇൻസ്റ്റാഗ്രാമിലൂടെയുള്ള പരിചയമാണ്. പക്ഷെ അത്ര കണ്ട് ആക്റ്റീവായ ഒരു പേജ് അല്ല എന്നാണ് പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. പക്ഷേ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ പ്രതിയുടേതെന്ന് കരുതുന്ന ഒരു ചിത്രം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അക്കാര്യത്തിൽ ഒരു ഉറപ്പുവരുത്തണം. ആതിര അച്ചായൻ എന്നാണ് വിളിച്ചിരുന്നത്. ഇയാളുടെ യഥാർത്ഥ പേര് ആതിരയ്ക്കും അറിഞ്ഞുകൂടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ബന്ധം അറിഞ്ഞത് മുതൽ രാജീവ് ഇതിൽ നിന്ന് പിന്മാറാൻ ആതിരയോട് പറഞ്ഞിരുന്നു. എന്നാൽ തുടർച്ചയായി ഇവർ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ രാജീവിന്റെ മാതാപിതാക്കൾ ഉള്ള സമയത്ത് തന്നെ വീട്ടിലേക്ക് വരികയും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തതായും പറയുന്നു. രാജീവ് ഈ വധഭീഷണി പിന്നീട് രാജീവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരണമെന്ന ആതിരയോട് ഈ പ്രതി ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് കഴിയില്ലെന്ന് ആതിര അറിയിച്ചു. അതോടുകൂടിയാണ് വധഭീഷണിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. ഇത് ഒരാഴ്ച മുൻപ് തന്നെ ആതിര രാജീവിനോട് പറഞ്ഞിരുന്നു. പോലീസിൽ വിവരമറിയിക്കാമെന്ന് രാജീവ് പറഞ്ഞെങ്കിലും ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തനിക്ക് അപമാനമാണെന്നും ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നും യുവതി പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താൻ പുറത്തു പറഞ്ഞില്ലെന്നാണ് കഴിഞ്ഞ ദിവസം രാജീവ് പോലീസിന് മൊഴി നൽകിയത്. ഏതായിരുന്നാലും ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്കൂട്ടർ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി ട്രെയിനിൽ കടന്നു കളഞ്ഞതായാണ് കരുതുന്നത്. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഈ പ്രതിക്കായി അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ചിറയൻകീഴിൽ നിന്ന് വളരെ നിർണായകമായൊരു തെളിവ് കിട്ടുന്നത്. അത് ഇയാൾ കടന്നു കളയാൻ ഉപയോഗിച്ചത് എന്ന് കരുതുന്ന ആതിരയുടെ സ്കൂട്ടറാണ്. മറ്റു വാർത്തകളിലേക്ക് പോകാം. കണ്ണൂർ ന്യൂമാഹിയിൽ 2 RSS പ്രവർത്തകരെ വെട്ടിക്കൊന്ന കേസിൽ ഇന്ന് വിചാരണ തുടങ്ങുകയാണ്. തലശ്ശേരി കോടതിയിലാണ് വിചാരണ. TP വധക്കേസിലെ പ്രതികളായ കൊടിസുനിയും മുഹമ്മദ് ഷാഫിയുമാണ് കേസിലെ 2ഉം 4ഉം പ്രതികൾ. പരോളിലുള്ള കൊടിസുനി കോടതിയിൽ ഹാജരാകും. കേസിൽ 16 പ്രതികളാണുള്ളത്. 2010 മെയ് 28-നാണ് വിജിത്ത്, ഷിനോജ് എന്നീ RSS പ്രവർത്തകരെ ബോംബ് എറിഞ്ഞ ശേഷം വെട്ടിക്കൊന്നത്. കണ്ണൂർ മാലൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അമ്മയുടെയും മകന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. മദ്യലഹരിയിൽ വീട്ടിലെത്തിയ സുമേഷ് അമ്മ നിർമ്മലയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം. നിർമ്മലയുടെ കഴുത്തിലും മുഖത്തും ക്ഷതമേറ്റ പാടുകളുണ്ട്. സുമേഷിനെ തൂങ്ങി മരിച്ച നിലയിലും നിർമ്മലയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. പോലീസിന് നേരെ കത്തിവീശി അക്രമം നടത്തിയ കേസിലെ പ്രതികൾ പിടിയിൽ. തൃശൂർ സ്വദേശി നിതുൽ, പ്രദീപ് എന്നിവരാണ് പിടിയിലായത്. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. ബൈക്കിൽ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപനം. കാസർഗോഡ് പൂച്ചക്കാട് അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഗൂഢാലോചനയിൽ അടക്കം പങ്കാളികളായവരെ ഉടൻ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും. പാത്തുട്ടി എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു സംഘത്തിന്റെ ആശയവിനിമയമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പും ശേഷവും ഈ ഗ്രൂപ്പിൽ ചർച്ചകൾ നടന്നുവെന്നാണ് വിവരം. പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തുകയും 596 പവൻ സ്വർണം കവർച്ച ചെയ്യുകയും ചെയ്ത കേസിൽ മന്ത്രവാദിനി ജിന്നുമ്മ എന്ന ഷമീന, ഭർത്താവ് ഉബൈസ്, ജിന്നുമ്മയുടെ സഹായികളായ അസ്നിഫ, ആയിഷ എന്നിവരാണ് റിമാൻഡിലുള്ളത്. കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള തീരുമാനത്തിലാണ് DYSP KJ ജോൺസന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. ഗൂഢാലോചനയിലടക്കം പങ്കാളികളായവരെയാണ് പ്രതി ചേർക്കുക. സംഘാംഗങ്ങളുടെ ഫോണുകളിൽ നിന്ന് നിരവധി ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്.
ഫോണുകളിൽ നിന്ന് പല സന്ദേശങ്ങളും ചിത്രങ്ങളും വീഡിയോകളും ഡിലീറ്റ് ചെയ്തെങ്കിലും അവയെല്ലാം വീണ്ടെടുക്കുകയായിരുന്നു. പാത്തൂട്ടി എന്ന പേരിൽ ഉണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയായിരുന്നു ജിന്നുമ്മയുടെയും സംഘത്തിന്റെയും പരസ്പരമുള്ള ആശയവിനിമയം. ഗഫൂർ ഹാജി കൊലപാതകത്തിന് മുമ്പും ശേഷവും ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം ചോദ്യം ചെയ്തയുടൻ ഗൾഫിലേക്ക് കടന്ന മൗവൽ സ്വദേശി ഉബൈസാണ് പാത്തൂട്ടി വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ. 8 പേരാണ് ഗ്രൂപ്പിലുള്ളത്. ഗൾഫിലായിരുന്ന അബ്ദുൽ ഗഫൂർ ഹാജിയെ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞാണ് ജിന്നുമ്മ വിളിച്ചു വരുത്തുന്നത്. ഇത് സംബന്ധിച്ച ചാറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ മന്ത്രവാദം നടത്തുമ്പോൾ മന്ത്രിച്ച് നൽകുന്ന തകിടുകൾ ബംഗളൂരുവിൽ നിന്ന് വലിയ തോതിൽ വാങ്ങിയതിന്റെ തെളിവുകളും പോലീസ് കണ്ടെടുത്തു. ന്യൂസ് 18 കാസർഗോഡ്. എറണാകുളം മൂത്തകുന്നത്ത് ദേശീയപാതയിൽ ചരക്ക് ലോറിക്ക് തീപിടിച്ചു. പൂക്കാട്ടുപടിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന അരിലോറിക്കാണ് തീപിടിച്ചത്. ആർക്കും പരിക്കില്ല. സാറേ ജോണിയാണ് ഓട്ടോറിക്ഷ വണ്ടി പോന്നിട്ടുണ്ട് സ്റ്റേഷനിൽ നിന്ന് ഫയറിനെ വിളിച്ചത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ദൃശ്യങ്ങളിൽ ആ തീപിടിക്കുന്നത് കണ്ടാൽ വലിയ രീതിയിൽ പേടിയുണ്ടാകും. ആർക്കും പരിക്കൊന്നുമില്ലല്ലോ? ഈ ലോറി അവിടെ നിന്ന് മാറ്റിയോ? നിലവിൽ ആ ലോറി അവിടുന്ന്, അതായത് ഗതാഗത തടസ്സമുണ്ടാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ സൂചിപ്പിച്ച പോലെ വലിയ രീതിയിൽ ഭയം തോന്നുന്നതാണ്. അരി കയറ്റി വന്ന ലോറിയായിരുന്നു, തീ പടരുകയായിരുന്നു. വളരെ പെട്ടെന്ന് തീ പടർന്ന് മുഴുവനായും തീ പടർന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. അതിനകത്ത് ഡ്രൈവറും ക്ലീനറും മാറി. പിറകിൽ വരികയായിരുന്ന വാഹനത്തിലുണ്ടായിരുന്നവരാണ് വാഹനത്തിന് കുറുകെ വന്നുകൊണ്ട് ലോറിയുടെ ഭാഗത്ത് തീ പടരുന്നു എന്ന വിവരം തന്നെ അറിയിക്കുന്നത്. ഇത് പുക്കാട്ടുപടിയിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് കൊണ്ടുപോകുക അരി കയറ്റി പോകുന്ന ലോറിയായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നോർത്ത് പറവൂരിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണച്ചു. എന്തായാലും ദേശീയപാതയിൽ തന്നെ, ദേശീയപാത 66 ദേശീയപാതയിലാണ് ഈ അപകടം, ഈ തീപിടുത്തം ഉണ്ടായത്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിലായിരുന്നു ഇത് ഈ രീതിയിൽ തീ പടർന്നത് എന്നതാണ്. ഇതിൽ അരി കയറ്റി പോകുന്ന ലോറിയായിരുന്നു ഇത്. ഭാഗ്യത്തിനാണ് ആ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറിനും ചാടി പുറത്തേക്ക് ഇറങ്ങാനും മറ്റും സാധ്യമായത്. പുറകിലുണ്ടായിരുന്ന വാഹനത്തിലുള്ളവർ വളരെ സംയോജിതമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എന്തായാലും സമീപത്തും ഈ പുലർച്ചെ സമയമായതുകൊണ്ട് വലിയ വാഹനങ്ങൾ റോഡിലും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഒരു തീവ്രത കുറഞ്ഞു. ഫയർഫോഴ്സ് വളരെ പെട്ടെന്ന് ആക്റ്റീവ് ചെയ്ത് അവിടെ എത്തുകയും തീ അണയ്ക്കുകയും എല്ലാം തന്നെ സാധിച്ചു എന്നതാണ്. ഇപ്പോൾ ഗതാഗത തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ വാഹനം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം മൂത്തകുന്നത്താണ് അരി ലോറിക്ക് തീപിടിച്ചത്. ഇനി രാവിലെയിൽ നമ്മളൊരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ചൂടേറിയ വാർത്തകളിലേക്ക് മടങ്ങി വരാം. അതുവരെ ഇത് കണ്ടോ. കോവിഡ് കാല PPE കിറ്റ് ഇടപാടിൽ ക്രമക്കേടെന്ന് CAG. PPE കിറ്റ് ക്രമക്കേടിൽ 10.23 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടായി. പൊതുവിപണിയേക്കാൾ 300 ഇരട്ടി അധികം നൽകിയാണ് PPE കിറ്റ് വാങ്ങിയത്. 2020 മാർച്ച് 28-ന് 550 രൂപയ്ക്ക് PPE കിറ്റ് വാങ്ങി. ലിമിറ്റഡ്. നമസ്കാരം.